ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ജാനുവരി 23 തന്നെ ആഫ്റ്റർനൂൺ സെഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഞാൻ 1 by 1 ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ബൈനോമിയൽ തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലോ, ബൈനോമിയൽ തിയറത്തിൻ്റെ. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 + x റേസ് ടു പിയും, ഇത് നമുക്കറിയാം. ഇവിടെ ചോദിക്കുന്നത്, ഇവിടെ നോക്കിയാൽ കാണാവുന്നൊരു കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സും x² വരെയും മതിയല്ലോ, അപ്പോൾ കൂടുതൽ എഴുതേണ്ട കാര്യം വരില്ല ഇവിടെ. 1 + ഇവിടെ നമ്മൾ പി എക്സ് എന്ന് എഴുതി, അടുത്തത് പി ഇൻറ്റു പി മൈനസ് 1/2 × x², ഇതിൽ കൂടുതൽ എഴുതേണ്ട കാര്യം വരില്ലല്ലോ. ഇനി അടുത്തതിൻ്റെ 1 - x ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് 1 - qx, ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, പ്ലസ് q ഇൻറ്റു q മൈനസ് 1/2 × x². അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് പ്രോഡക്റ്റിനകത്താണ് കേട്ടോ, പ്രോഡക്റ്റിനകത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ആണ് പറയേണ്ടത്. അപ്പോൾ ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ പിയും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരും. അതുപോലെ തന്നെ ഇത് ഈ കാണുന്നത്, വേറെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് വരാനുള്ള ചാൻസ് ഇല്ല ഇവിടെ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്തൊക്കെയാണ് നോക്കിക്കേ. ഇവിടെ വരാൻ പോകുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് വരാൻ പോകുന്ന പറഞ്ഞാൽ പി വരുന്നുണ്ട്, മൈനസ് ക്യൂവും വരുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് അവർ 1 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത് 1 എന്ന് അവർ തരുന്നുണ്ട്. ഇതുപോലെ തന്നെ x² നോക്കുമ്പോൾ x² ഇവിടെ കുറേ കേസുകൾ വരാനുള്ള ചാൻസാണ് കാണുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ വരുന്നത് x² കാര്യത്തിലേ ഇത് ഈ 1ഉം ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുമല്ലോ. അതുപോലെ തന്നെ ഈ x² ഈ 1ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവ തമ്മിൽ അപ്പോൾ 3 ടേം വരുന്നുണ്ട്, 3 ടേമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് x² ഇൻ ദ പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഇൻ ദി പ്രോഡക്റ്റിലെ കോഎഫിഷ്യൻ്റ് ഓഫ് x² എത്രയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയേക്കണം. അത് വരാൻ പോകുന്നത് ഈ 1ഉം ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ q ഇൻറ്റു q മൈനസ് 1/2 എന്ന് പറയുന്ന ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് p ഇൻറ്റു p മൈനസ് 1/2 വരുന്നുണ്ട്, ഒരു മൈനസ് പി ക്യൂവും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റെ വാല്യൂ അവർ തരുന്നത് -2 എന്നാണ്, ഇതിൻ്റെ വാല്യൂ -2 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇതൊരു q² വരുന്നുണ്ട്, മൈനസ് q വരുന്നുണ്ട്, ഇവിടെയും p² വരുന്നുണ്ട്, മൈനസ് p വരുന്നുണ്ട്, -2pq വരുന്നുണ്ട്. ഈ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -4ഉം വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, q² ഉണ്ട്, p² ഉണ്ട്, -2pq ഉണ്ട്, പിന്നെ ഇവിടെ ഉള്ളത് -p+q ആണ്, -p+q ആണ്. ഇതാണ് -4ഉം തരുന്നത്. ഈ വാല്യൂവിന് നമുക്ക് q മൈനസ് p അല്ലെങ്കിൽ p മൈനസ് q രണ്ടും സെയിം തന്നെയാണല്ലോ, p മൈനസ് q, ഇതിന് നമുക്ക് p മൈനസ് q ദി ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ വരുന്നത് p+q ഈക്വൽ ടു -4 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവരുടെ ഡേറ്റയിൽ നിന്നും കിട്ടുന്നത്. ഇത് ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നതുകൊണ്ടാണ് ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നുന്നത്. അതർവൈസ് നോക്കി തന്നെ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. p മൈനസ് ക്യൂവിൻ്റെ വാല്യൂ ഇവരിവിടെ പറയുന്നത് കണ്ടോ, p മൈനസ് ക്യൂവിൻ്റെ വാല്യൂ ഇത് കണ്ടോ, p മൈനസ് ക്യൂവിൻ്റെ വാല്യൂ 1, അതിവിടെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ 1 മൈനസ് p+q എന്ന് പറയുന്നതാണല്ലോ -4 വരുന്നത്. അപ്പോൾ ഈ p+q വാല്യൂ എത്ര വരുന്നുണ്ട്? p+q വാല്യൂ 5 ആണ് വരുന്നത്, p മൈനസ് ക്യൂവിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നോക്കിക്കോളൂ, ഇവിടെ വരാൻ പോകുന്നത് 2p വാല്യൂ 6 എന്ന് കിട്ടുന്നുണ്ടല്ലോ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2q വാല്യൂ 4 ആണല്ലോ വരുന്നത്. അപ്പോൾ p² + q² എന്ന് പറയുമ്പോൾ p² 9 വരും, q² 4ഉം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും ഇവിടെ ഈ 13 ആണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. 13 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. p1 + x റേസ് ടു പിയും 1 - x റേസ് ടു ക്യൂവിൻ്റെയും പ്രോഡക്റ്റ് എടുത്തിട്ട് ചെയ്തതാണ്. ഇതായിരുന്നു നമ്മളുടെ ആഫ്റ്റർനൂൺ സെഷനിലെ ഫസ്റ്റ് പ്രോബ്ലം. വി ക്യാൻ മൂവ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ നൗ. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്.
ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഫസ്റ്റ് സെറ്റിനകത്ത് പറയുന്നത് ഈ എക്സ് പ്ലസ് വൈ ൻ്റെ മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 3 അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ഒരു റീജിയൻ പറയുന്നത് എങ്ങനെയാണ്? ഒരെണ്ണം വരുന്നത് ഇതാണ്, ഈ റീജിയൻ ആണല്ലോ ഈ കാണുന്നത്. ഇവിടെ എത്രയാണ് ഇതിൻ്റെ വാല്യൂ? ഈ രീതിയിൽ കിട്ടുന്നുണ്ട്, -3യേക്കാളും. അപ്പോൾ ഈ രീതിയിലാണ് രണ്ട് വാല്യൂ തരുന്നത്. അടുത്തത് എന്താണ് വരാൻ പോകുന്നത് നോക്കിയേക്കണേ. അടുത്ത് വരുന്നത് ഈ മോഡ് എക്സ് പ്ലസ് മോഡ് വൈ എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതെല്ലാം വളരെ ഫെമിലിയർ ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫ് വരുന്നത്, ഇതാണ് ഇത് ഇങ്ങനെ. വേണമെങ്കിൽ ഇതെല്ലാം അടയാളപ്പെടുത്താം. ഈ പോയിന്റ് 3,0 ആണ്, ഇത് 0,3 ആണ്, ഇത് -3,0 ആണ്, ഇത് 0,3 ആണ്, 0,-3 ആണ്. ഇതന്നെയാണല്ലോ ഇവിടെയും വരുന്നത്. ഇത് -3,0 ആണ്, ഇത് 0,3 ആണ്, ഇത് 3,0 ആണ്, ഇത് വരുന്നത് -3 0,-3 ആണ്, 0,-3. ഇവർ പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷനാണ് സിയിൽ വരുന്നത്. എക്സ് അല്ലെങ്കിൽ വൈ ഓർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നെങ്കിൽ x0 അല്ലെങ്കിൽ y0 എന്നാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നോക്കി, ഇതിൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്ന പോയിന്റ് ഈ കാണുന്ന 4 വെർട്ടിസസ് വരാനല്ലേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ സി എന്ന് പറയുന്ന സെറ്റിനകത്ത് വരുന്ന ഏതാണ്? ഒന്നെങ്കിൽ +or-3,0 അല്ലെങ്കിൽ 0,+or-3 അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിൽ വരുന്നതാണ് ആ എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ് വൈ സിയിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ മോഡുലസ് എത്ര വരുമെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് 3 വരും, ഇത് 3 ആണ്, മോഡുലസ് ആണല്ലോ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് 3-4 ടൈംസ് വരുന്ന കേസാണല്ലോ. അപ്പോൾ 12 എന്നായിരിക്കണം ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടേണ്ടത്. ഇതായിരുന്നു അതിലെ സെക്കൻഡ് പാർട്ട് കേട്ടോ. ആ രീതിയിലാണിത് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾ നോക്കിയേക്കണേ, മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. ഞാൻ റഫിലി ഒന്ന് വരച്ചതാണ്, നിങ്ങളത് ഇൻ്റർസെക്ഷൻ പോയിന്റ് അതേ വരുന്നുള്ളൂ. ഒരെണ്ണം ഈ പോർഷനിൽ വരുന്നതും ഇതിനകത്താണ്. ഇവിടെ പറയുന്നത് ഇതിനകത്തുള്ള റീജിയൺ ആണല്ലോ, ഈ റീജിയൺ ആണ്. ബൗണ്ടറി ഇൻക്ലൂഡഡ് ആണ്, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ. അപ്പോൾ ബൗണ്ടറിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പോയിന്റ്സ് വരാൻ പോകുന്ന ഈ 4 പോയിന്റ്സ് ആണല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വി ക്യാൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോ സൊല്യൂഷൻ ആണ് ഇവർ പറയുന്നത് കേട്ടോ. നോ സൊല്യൂഷൻ, നോ സൊല്യൂഷൻ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒന്നെങ്കിൽ D0 വരണം, പിന്നെ D1 D2 D3 ഇതിലേതെങ്കിലും ഒരെണ്ണം ≠0 വരണം, അതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, ഇപ്പം ഡി എഴുതുവാനാണെങ്കിൽ 111 ഡിയുടെ കാര്യത്തിൽ 111 125 125, അടുത്തത് 15 ലാംഡ, ഇതാണല്ലോ 0 വരേണ്ടത്. ഇത് 0 വരണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ D1ൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ D3 എഴുതിയാലും മതിയല്ലോ. D3 എഴുതുമ്പോൾ ലാംഡ, D3 എഴുതുമ്പോൾ ഇവിടെ ഇത് 3ഉം 11 വരുന്നുണ്ട്, ഇത് 125. ഇത് നിങ്ങൾക്ക് അറിയാം ടെക്നിക്ക്. ഇവിടെ ലാംഡ വരുന്നതുകൊണ്ടാണ് അത് വിട്ടുകളഞ്ഞത് നമ്മൾ. അതിന് പകരം ഇവിടെ 6 9 μ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് 0 വരാൻ പാടില്ല, അതാണ് 0 വരാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ലാംഡയുടെ കാര്യത്തിൽ ഈക്വലും മ്യൂവിൻ്റെ കാര്യത്തിൽ =ും വരുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ.
ലാംഡയുടെ കാര്യത്തിൽ ഈക്വലും മ്യൂവിൻ്റെ കാര്യത്തിൽ നോട്ട് ഈക്വലും വരുന്നതാണ് ഈ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇതാവാനല്ലേ പറ്റുള്ളൂ, ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ലാംഡ ഈക്വലും വരണം, മ്യൂ നോട്ട് ഈക്വലും വരുന്ന ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ലാംഡ നോട്ട് ഈക്വൽ ടു ആണ് കൊടുത്തിരിക്കുന്നത്, അത് ശരിയാവില്ല. ഇവിടെ ഈക്വലാണ്. ഇവിടെ നോട്ട് ഈക്വൽ ടു വരുന്നുണ്ടല്ലോ, ഇവിടെ നോട്ട് ഈക്വൽ ടു വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ കാൽക്കുലേഷൻ ചെയ്തേ പറ്റുള്ളൂ. അത് നന്നായി, കാരണം ഒരെണ്ണം കാൽക്കുലേഷൻ ചെയ്യണം. അപ്പം ഞാൻ ഈ ഫസ്റ്റ് വൺ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ 1 × 2 ലാംഡ -25 വരുന്നുണ്ട്. 2 ലാംഡ -25 മൈനസ് ഇവിടെ വരാൻ പോകുന്നത് ലാംഡ -5 വരുന്നുണ്ട്. ലാംഡ -5. അടുത്തത് ഇത് 1 × ഇവിടെ വരുന്ന 5 - 2, ഇതാണല്ലോ 0 വരുന്നത്. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ 2 ലാംഡ -25 വരുന്നുണ്ട്. മൈനസ് ലാംഡ +5 വരുന്നുണ്ട്. അടുത്ത വരുന്നത് +3 കൂടി വരുന്നുണ്ട്. ഇത് 0 വരണം. അപ്പോൾ ലാംഡയുടെ വാല്യൂ വരാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കേ, 25 - 8 വരുന്നത്. 17 ആയിരിക്കും. അപ്പോൾ 17 3 25 17 17 വരുന്നതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ലാംഡ 17 വരുന്നതാണ്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇതാണ് അതിനകത്ത് വരുന്നത്. ലാംഡ 7ഉം മ്യൂ നോട്ട് ഈക്വൽ ടു വരണമല്ലോ, അത് ഉറപ്പാണല്ലോ. അപ്പോൾ ലാംഡ 17ഉം മ്യൂ നോട്ട് ഈക്വൽ ടു വരുന്നതാണ് ആൻസർ. നിങ്ങൾക്ക് അഥവാ സംശയം എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇത് കണ്ടോ, ഇത് D3 നോട്ട് ഈക്വൽ 0 എന്ന് എടുത്താൽ മതിയാവും. അവിടെ കൊണ്ട് തീരുന്ന പ്രശ്നമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ തേർഡ് പ്രോബ്ലം സീംസ് ടു ബി വെരി ഈസി. ഇത് കുറേയൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ലാംഡ 17 കണ്ടുപിടിക്കണം നന്നായിരിക്കും, കാരണം ഇവിടെ ലാംഡ 15ഉം കൂടി തന്നിട്ടുണ്ടല്ലോ, മ്യൂ നോട്ട് ഈക്വലും തന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂ നോട്ട് ഈക്വലും ലാംഡ ഈക്വലുമാണ് വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് ഈ ക്വസ്റ്റിനും, അപ്പോൾ ആദ്യത്തെ 3 പ്രോബ്ലം സീംസ് ടു ബി വെരി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് മൂവ് ചെയ്യാം. ഈ പ്രോബ്ലം ഫോർത്ത് ക്വസ്റ്റ്യൻ വരുമ്പോഴേ നിങ്ങൾക്ക് നോക്കി പറയാവുന്നൊരു കാര്യം ഇതാണ്. ഇത് പോളിനോമിയലാണല്ലോ, ഇത് sin x dx ആണ്. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയൽ വരുന്നൊരു ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ux³ വരുന്നത് v എന്ന് പറയുന്നത് sin x വരുന്ന കേസാണ്. പോളിനോമിയൽ വരുമ്പോഴുള്ള ആ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, u(v' മൈനസ് u1v" പ്ലസ് u2v'. ഇങ്ങനെയാണല്ലോ പോകുന്നത്. u3 ഇവിടെ വരുന്ന 4th. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ആ റിസൾട്ട് നന്നായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ v' എന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ ആയിരിക്കും. u1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്, 3x². u1 എന്ന് വെച്ച് കഴിഞ്ഞാൽ v' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ രീതിയിൽ നിങ്ങൾ ആ റിസൾട്ട് ഒന്ന്, ഈ റിസൾട്ട് കോൺസെപ്റ്റെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാനത് പറഞ്ഞ് ഇവിടെ വരേണ്ടത് x³ v' എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇത് -cos x വരത്തുള്ളൂ. ഇവിടെ വരാൻ പോകുന്ന u1 എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. v" എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റഗ്രലാണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ -sin x വരും, cos x -cos xൻ്റെ ഇൻ്റഗ്രൽ. അതൊന്ന് ഓർത്തിരിക്കണം നമ്മൾ. ഇവിടെ u2 വരാൻ പോകുന്നത് 6x ആണ് വരുന്നത്. അപ്പോൾ v3 ഇവിടെ കിട്ടാൻ പോകുന്നതേ ഇതിൻ്റെ ഇൻ്റഗ്രലാണ്. അപ്പോൾ അത് cos x വരുള്ളൂ, കാരണം sin xൻ്റെ ഇൻ്റഗ്രലിനകത്ത് ഒരു മൈനസ് കൂടി വരുമല്ലോ. u3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 6 ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഡെറിവേറ്റീവ് എല്ലാം 0 ആയി പോകും, അത് ഫിനിഷ് ആയി പോയിക്കോളൂ. അത് 4th ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇവിടെ sin x ആണല്ലോ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ചെയ്ത് നോക്കുന്നത്. ux³ 3x² v" മൈനസ് sin x ഇത്രയുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വാല്യൂ ഇവിടെ എഴുതുമ്പോൾ ഈക്വേഷനകത്ത് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇതിങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഇച്ചിരി ഫാസ്റ്റായിട്ട് എഴുതുന്നുണ്ടാവാം. ഇവിടെ വരാൻ പോകുന്ന ആദ്യം -x³ cos x ആണ് വരുന്നത്. അടുത്തത് മൈനസ് ഉള്ളത് കൊണ്ട് ഇത് വരാൻ പോകുന്ന 3x² sin x എന്ന് വരും അല്ലേ, മൈനസ് ഉള്ളതുകൊണ്ട്. അടുത്തത് പ്ലസ് ആണ്. പ്ലസ് വരുമ്പോൾ ഇത് വരുന്നത് 6x cos x വരുന്നുണ്ട്. അടുത്തത് മൈനസ് ആണ് കേട്ടോ. -xനകത്ത് വരുന്നത് 6 sin x വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്.
അപ്പോൾ ജി എക്സ് എന്ന് പറയുന്നത് ഇതാണല്ലോ. അപ്പോൾ പ്ലസ് സി അതിനകത്ത് വരുന്നുണ്ട്, പ്ലസ് സി ഇതിനകത്തുണ്ടല്ലോ, പ്ലസ് സി ഇൻ്റഗ്രേഷൻ 1 ആയതുകൊണ്ട് പ്ലസ് സി വരുന്നുണ്ട്. അപ്പോൾ ആ ജി എക്സിൻ്റെ റോള് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഈ കാണുന്നതാണ് ജി എക്സ്, ഇതാണ് ഇവിടുത്തെ ജി എക്സ്, ഇതാണല്ലോ ആ ജി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കണം ജി π/2 കണ്ടുപിടിക്കണം. π/2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 വരും. ഇവിടെ വരാൻ പോകുന്നത് 3 × π²/4 വരുന്നുണ്ട്. സൈൻ എക്സ് 1 ആണല്ലോ, പിന്നെ ഒരു -6 കൂടിയാണ് ഈ ജി π/2 വരുന്നത്. അപ്പോൾ ജി π/2 വരുന്ന 3 π²/4 -6 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കത് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഈ സ്റ്റെപ്പിൽ നോക്കിയിട്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്റ്റെപ്പിൽ നോക്കിയിട്ട് g'(x)ൻ്റെ വാല്യൂ ആ ലെബനൈസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയല്ലോ. x³ sin x വരുന്നുണ്ട്. അപ്പോൾ g'(π/2) എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, π³/8 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടി സമ്മിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് LHS എന്ന് പറയുമ്പോൾ 8 ടൈംസ് ജി π/2 നമുക്ക് കിട്ടിയല്ലോ. ഇവിടെ 3 π²/4 -6 എന്ന് വരുന്നുണ്ട്. അടുത്തത് g'(π/2) എന്ന് പറയുമ്പോൾ ഇവിടെ π³/8 ആണ് വരുന്നത്. അപ്പോൾ ഇത് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം π³ വരുന്നുണ്ട്. 8ഉം π³/8ൻ്റെ 1/8 ക്യാൻസൽ ആകുമല്ലോ. ഇവിടെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് 6 π² എന്ന് വരുന്നുണ്ട്. ഇവിടെ വരുന്നത് 48 ആണ്, -48 വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ആൽഫയുടെ സ്ഥാനത്ത് 1 വരുന്നുണ്ട്, ബീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ 6 ആണ്, ഗാമയുടെ സ്ഥാനത്ത് -48 ആണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ എന്ന് പറയുമ്പോൾ 55 എന്നാണ് എനിക്കിവിടെ ആൻസർ വരുന്നത്. 55 അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 55 ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട്, 55. അപ്പോൾ 4th ക്വസ്റ്റിനും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ഫോർമുല ഓർത്തിരിക്കണം. പോളിനോമിയൽ വരുമ്പോൾ ആ ഒരു ഫോർമുല അറിയാമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടി വരും. അതിനൊക്കെ നല്ലത് ആ ഫോർമുല ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ആ ഫോർമുലാസ് എല്ലാം പഠിപ്പിച്ചതെല്ലാം ഒരിക്കൽ കൂടി നിങ്ങൾ റിവിഷൻ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ക്ലിയർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ലൈൻ തരുന്നുണ്ട്. അവർ തരുന്നത് ഇവിടെ ഡ്രോ ചെയ്താൽ മതി. ഇവിടെ ഒരു ലൈൻ തരുന്നുണ്ടേ. ആ ലൈൻ എത്രയാണ്? x-y+2 ആണ് ഒരു ലൈൻ. അടുത്തത് തരുന്നത് y = -2 ആണ്. y = -2. ഇങ്ങനെ 2 ലൈനാണ് തരുന്നത്. ഇതിലെ 2 പോയിന്റ് ആണ് എടുക്കേണ്ടത്. ഈ 2 ലൈനിലെ പോയിന്റ് എടുക്കണം. ഈ പോയിന്റ് വരുന്നത് ഒന്നാമത്തത് എയും ഇത് ബിയുമാണ്. ഇങ്ങനെ 2 പോയിന്റ് എടുക്കുന്നുണ്ട്, എയും ബിയും. പി എന്ന് പറയുന്ന പോയിന്റ് എ ബിനെയാണ് കണ്ടോ, എ ബിനെയാണ് 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് 2ഉം ഇത് 1ഉം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എ ബിനെയാണ് 2:1 റേഷ്യോയിൽ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എ ബിനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോക്കസ് ആണ്. അപ്പോൾ ഈ പി ആണ് മൂവിങ് പോയിന്റ്. അപ്പോൾ മൂവിങ് പോയിന്റ് ഞാൻ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ഇത് =0 ആണല്ലോ. അപ്പോൾ ഈ പോയിന്റ്, ഇതിലൊരു പോയിന്റ് എടുത്ത് ഇപ്പോൾ ആൽഫയാണ് എടുക്കുന്നതെങ്കിൽ വൈയുടെ വാല്യൂ വരാൻ പോകുന്ന α+2 ആയിരിക്കും. ഈ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ y കോർഡിനേറ്റ് -2 ആണ്. വേണമെങ്കിൽ ഇത് ബീറ്റ എടുക്കാം, ബീറ്റ. ഇതിൻ്റെ ലോക്കസ് ആണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എക്സ് എന്ന് പറയുന്ന ആ സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകണം കേട്ടോ. സെക്ഷൻ ഫോർമുലയിൽ എക്സ് വരാൻ പോകുന്നത് ഒന്നാലോചിച്ച് നോക്കിയേ, 2β എന്ന് വരും. 2β പ്ലസ് ആൽഫ ഡിവൈഡിങ് ബൈ 3 എന്നാണ് വരുന്നത് എക്സിൻ്റെ വാല്യൂ. വൈയുടെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? വൈയുടെ വാല്യൂ ഇതുപോലെ തന്നെ 2 × -2. അപ്പോൾ ഇത് -4 എന്ന് വരും. 2 × -2 -4. 1 × α+2 ഡിവൈഡിങ് ബൈ 3 എന്നാണല്ലോ. ഈ രീതിയിലാണ് നമുക്കിതിനെ എക്സും വൈയും നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ 3x വാല്യൂ ആണല്ലോ 2β -
അല്ലെ 2 ബീറ്റ പ്ലസ് ആൽഫ എന്ന് എടുക്കാം. 3y വാല്യൂ വരുന്നത് ആൽഫ മൈനസ് 2 ആണ്. ആൽഫ മൈനസ് 2 ആണ്. അപ്പോൾ ഈ എക്സും വൈയും ആൽഫയും ബീറ്റയും എലിമിനേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. അപ്പോൾ ആൽഫ എത്രയാണ് കിട്ടുന്നതെന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. ആൽഫ കിട്ടാൻ പോകുന്ന 3y പ്ലസ് 2 ആയിരിക്കുമല്ലോ ഇതിൽ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഒരു കണ്ടീഷൻ കൂടി അവർ പറയുന്നുണ്ടല്ലോ, അതും വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ആവുന്നതാണ്. ഒരു കണ്ടീഷൻ പറയുന്നത് ഇതിൻ്റെ റോഡിൻ്റെ ലെങ്തിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. 8 യൂണിറ്റ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലെങ്ത് 8 യൂണിറ്റ് ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടി അവർ തന്നിരിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ എ ബിയുടെ ലെങ്ത് എത്രയാണ് വരുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. എ ബി എന്ന് പറയുന്നത് 8 ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത് 8 ആണെങ്കിൽ ഈ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൽഫ മൈനസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ അല്ലേ, ആൽഫ ബീറ്റ മൈനസ് ഹോൾ സ്ക്വയർ. പിന്നെ പറയുന്നത് ഇവിടെ നോക്കിയാൽ കാണാവുന്നത് മൈനസ് ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് 4 ദി ഹോൾ സ്ക്വയർ. ഇതായിരിക്കുമല്ലോ 64 വരാൻ പോകുന്നത്. ഫിഫ്ത്ത് പ്രോബ്ലം കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആൽഫ നമുക്ക് കിട്ടിയിട്ടുണ്ട് 3y പ്ലസ് ബീറ്റയാണ്. അപ്പോൾ നമ്മളിവിടെ 3x വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? 3x ഈക്വൽ ടു, ഈ വാല്യൂ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 3x പ്ലസ് 2 ബീറ്റ പ്ലസ് 3y പ്ലസ് 2 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ബീറ്റേനെ കുറിച്ചൊരു ധാരണയാവാൻ പറ്റുന്നുണ്ട്. ഇത് വരുന്നത് 3x മൈനസ് 3y മൈനസ് 2 ആണ്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ബീറ്റയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 3x മൈനസ് 3y മൈനസ് 2 ഡിവൈഡിങ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ വാല്യൂസൊക്കെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ആ വാല്യൂസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാൽക്കുലേഷൻ നിങ്ങളാണ് ചെയ്യേണ്ടത് കേട്ടോ. കാൽക്കുലേഷൻ നിങ്ങൾ കുറച്ചുകൂടി ചെയ്യണം. അപ്പോൾ ഇത് ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫയുടെ സ്ഥാനത്ത് നമുക്ക് 3y പ്ലസ് 2 എന്ന് വരുന്നുണ്ട്. മൈനസ് ബീറ്റേൻ്റെ സ്ഥാനത്ത് വരാൻ പോകുന്നത് നിങ്ങൾ നോക്കിയാൽ 3x മൈനസ് 3y മൈനസ് 2 ബൈ 2 ആണ് വരുന്നത്. ഇതാണ് അതിൻ്റെ ബീറ്റേൻ്റെ വാല്യൂ. ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. അടുത്തത് ആൽഫ പ്ലസ് 4 എന്ന് പറയുമ്പോൾ ഇത് 3y പ്ലസ് 6 എന്ന് വരുന്നുണ്ട്. 3y പ്ലസ് 6 ആണ് വരുന്നത്. എങ്ങനെ കിട്ടിയാണ്? ആൽഫ പ്ലസ് 4 എന്ന് പറയുമ്പോൾ ഇവിടെ 4 ആഡ് ചെയ്യുമ്പോൾ 6 ആണല്ലോ വരുന്നത്. ഇതിൻ്റെ സ്ക്വയർ ഇതാണ് ഈ 64 ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ കിട്ടും. അത് നോക്കിയിട്ട് നമുക്ക് ആൽഫ ബീറ്റ ഗാമയൊക്കെ കണ്ടുപിടിച്ചാൽ മതിയാവും. കോൺസ്റ്റൻ്റ് ടൈം വേണമെന്നില്ല ഇതിനകത്ത്. ഞാൻ വേണമെങ്കിൽ കുറച്ചങ്ങ് എഴുതാം. ഇത് വരുന്നത്, ഇത് എൽ സി എടുക്കുകയാണെങ്കിൽ ഇത് 6y പ്ലസ് 4 മൈനസ് 3x പ്ലസ് 3y പ്ലസ് 2 ഹോൾ ഡിവൈഡിങ് ബൈ 2 ഈക്വൽ ടു, ഇവിടെ 3 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് 9 വരത്തുള്ളൂ. 9x പ്ലസ് ഇവിടെ വരുന്നത് x അല്ലല്ലോ, y അല്ലേ. y പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 64 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കേ, ഇത് വരാൻ പോകുന്നത് 3x, ഇവിടെ ഒരു 9y വരുന്നുണ്ട്. ഈ 3yയും ഈ 6yയും മൈനസ് 3x വരുന്നുണ്ട്, പ്ലസ് 6 വരുന്നുണ്ട് ദി ഹോൾ സ്ക്വയർ. ഇവിടെ അതുപോലെ തന്നെ 9 ഇൻറ്റു ഇത് ഈ 4 ഉള്ളത് കൊണ്ട് ഇവിടെ 4 എന്ന് വരുന്നുണ്ട്. ഇത് y പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ വരുന്നുണ്ട് ഈക്വൽ ടു 64 ഇൻറ്റു 2 എന്ന് കിട്ടുന്നുണ്ട്. ഈ രീതിയിലാണിത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 3x ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 3x ഇവിടെ ഉണ്ട്, 3x. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 9 വരുന്നുണ്ട്. 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ 3y മൈനസ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. ഇവിടെ ഒരു 9 ഉണ്ട്. 4 ഇൻറ്റു y പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ, ഇത് 64 ഇൻറ്റു 2 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമുക്കത് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ നോക്കേണ്ടി വരും. ഏതെങ്കിലും ടൈം ക്യാൻസൽ ആകുന്നുണ്ടോ എന്ന് അവിടെ നോക്കണം. 9 ടൈംസ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 9 ടൈംസ് ആണ് എഴുതേണ്ടത് കേട്ടോ. 9 ടൈംസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ.
അപ്പോൾ ആ എക്സ്പാൻഷനിലാണ് നമ്മളിവിടെ ഇങ്ങനെ 64 ഇൻറ്റു ഇവിടെ 64 ഇൻറ്റു ഇവിടെ 34 ഇവിടെ 4 ആണ് വരുന്നത്. 64 ഇൻറ്റു 4 ആണ് വരുന്നത്. ചെറിയ ചെറിയ കാൽക്കുലേഷൻ നിങ്ങൾ കൂടി ഒന്ന് നോക്കിയേക്കണം. 64 ഇൻറ്റു 4 ഈ 1/4ൻ്റെ കേസാണ് ആ വരുന്നത് കേട്ടോ. 1/4 ഈ 1/4 വരുമ്പോൾ ഇവിടെ 9, അത് കഴിഞ്ഞിട്ട് ഇവിടെ 9y - 3x + 6 എന്ന് ഞാൻ 3 പുറത്തേക്ക് എടുക്കുമ്പോൾ 9 കിട്ടുന്നുണ്ട്. ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ രീതിയിൽ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. x² ആൽഫ y² ബീറ്റ xy. അപ്പോൾ 9x² ആണ് ഇതിനകത്ത് വരുന്നത്. 9x². ആൽഫേൻ്റെ കാര്യത്തിൽ 9 കോമൺ ആയിട്ട് എടുത്താണ് അവർ ചെയ്തിരിക്കുന്നത്. 9 കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അതൊരു വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. 9 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. 9 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എനിക്കിവിടെ വരുന്നത് 3y - x + 2 the whole square വരുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഇൻറ്റു y + 2 the whole square വരുന്നുണ്ട്. ഇത്രയുമാണ് ഇവിടെ വരുന്നത്. 64 ഇൻറ്റു 4 വരുന്നുണ്ട്. അപ്പോൾ 9 ടൈംസ് ആണ് അവരത് കൊടുത്തിരിക്കുന്നത്. 9 ടൈംസ് ആണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിനകത്തിൽ നിന്നാണ് പിന്നെ നമുക്ക് x² നോക്കേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് x². അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് x² നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് 1 ആണല്ലോ. കോഎഫിഷ്യൻ്റ് ഓഫ് x². നിങ്ങൾ ഇതിനകത്താണ് നോക്കേണ്ടത് കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് x² 1 വരുന്നുണ്ട്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് y² ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ y² കാണുകയാണെങ്കിൽ ഇവിടെ ഒരു 9 വരുന്നുണ്ട്. ഇവിടെ ഒരു 4ഉം വരുന്നുണ്ട്. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് xy കൂടി ഒന്ന് നോക്കിയേക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് xy എത്രയാണ് വരുന്നത് നോക്കിയേ. ഇവിടെ വരുന്നത് ഇത് നോക്കിയേ. ഇവിടെ വരാൻ പോകുന്നത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ കോഎഫിഷ്യൻ. അപ്പോൾ -2 കൂടി വരും. അങ്ങനെയാണെങ്കിൽ ഇത് -6 ആയിരിക്കും വരാൻ പോകുന്നത്. -6. അപ്പോൾ ഇത് 13 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് x² അത് 1 ആണ്. അത് പിന്നെ പ്രത്യേകം എഴുതേണ്ട കാര്യമില്ല. ആൽഫ y² വേണം. അപ്പോൾ ആൽഫേൻ്റെ വാല്യൂ ഈ 13 ആണ്. ആൽഫ y². അപ്പോൾ ആൽഫ 13 വരുന്നുണ്ട്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഗാമ എക്സും കൂടിയാണ്. ബീറ്റ xy. ബീറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ xyയുടെ ടൈം. ഇത് ബീറ്റയാണ്. പിന്നെ ഇവർ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സും കൂടി ചോദിക്കുന്നുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ അത് -4 വരുന്നുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് xy എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഈ 2ഉം ഈ എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 2x വരുന്നത്. അത് -4 ആണ് വരുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന ആൽഫ -4 ആണ്. അല്ല, ഇതാണ് ഗാമ. സോറി, ഇത് ഗാമ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ 13 - 6 - 4 എന്നാണ്. 13 - 6 - 4 എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ആൽഫേൻ്റെ വാല്യൂ 13 -6 എന്ന് പറയുമ്പോൾ അടുത്തത് -4. അപ്പോൾ ഇത് 13 + 10 എന്ന് വരുന്നുണ്ട്. 23 എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാൽക്കുലേഷൻ ഒന്നുകൂടി നോക്കിയേക്കണം. ഞാൻ ചെയ്തപ്പോൾ 23 എന്ന് പറയുന്നതാണ് ആൻസർ നമുക്കിവിടെ മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതൊരു ഇച്ചിരി ലെങ്തിയാണ്. ആദ്യം പറഞ്ഞ ഫസ്റ്റ് 4ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും എടുത്തു. എ ബിയുടെ ലെങ്ത് 8 എന്ന് പറയുന്നതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ രീതിയിൽ വരുന്നുണ്ട്. 9 ടൈംസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊണ്ട് 9 ടൈംസ് അവർ പറഞ്ഞുകൊണ്ടാണ് 9 കോമൺ ആയിട്ട് എടുത്തത്. ഇതിനകത്ത് വരുന്ന നമ്മൾ കാൽക്കുലേഷൻ ചെയ്തെടുത്തു. അപ്പോൾ ഇതിനകത്ത് കുറേ കോൺസ്റ്റൻസ് ഒക്കെ വരും. അത് അപ്പുറമായിട്ടൊക്കെ ക്യാൻസൽ ചെയ്തിട്ടായിരിക്കും അവർ പറഞ്ഞ 72 വരുന്നത്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ടൈംസിൽ ഇതിനകത്ത് x² 1 വരുന്നുണ്ട്, y² 13 വരുന്നുണ്ട്, xy -6 വരുന്നുണ്ട്, എക്സിൻ്റെ വരുന്നത് -4 വരുന്നുണ്ട്. അത്ര നോക്കി തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അല്ലാതെ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യുന്നത് ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതായിരുന്നു നമ്മുടെ 5th ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇത് നോർമലി 3Dയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ ഇവിടെ മറ്റൊരു ലൈനും തരുന്നുണ്ട്. ഈ പോയിന്റ് ആണ് കേട്ടോ. ഈ പോയിന്റ് ആണ് അവർ പറയുന്ന 140 അവർ തരുന്നുണ്ട്. 140. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിന് പാരലായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. പാരലായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതാണല്ലോ x/1 y - 2/2. ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് അത് നോക്കി തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ പോയിന്റ് എങ്ങനെയായിരിക്കും? ഈ തന്നിരിക്കുന്ന ലൈനിലെ പോയിന്റ് ആണല്ലോ. 2λ + 2 വരുന്നുണ്ട്. അടുത്ത 3λ + 6 ആണ് വരുന്നത്. 4λ + 3 വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ Q എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഈ PQവിൻ്റെ dr എത്രയായിരിക്കും? ഡയറക്ഷൻ റേഷ്യോ ഓഫ് PQ നോക്കി പറയാവുന്നേ ഉള്ളൂ. 2λ + 1 വരുന്നുണ്ട്. 3λ
4 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2a കിട്ടുന്നുള്ളൂ. 4 ലാംഡ പ്ലസ് 3 എന്ന് വരുന്നുണ്ട്. ഇത് ഏതുമായിട്ട് പാരലായിരിക്കും? ഇതാ 1 2 3 ആയിട്ട് പാരലാണല്ലോ. കാരണം ഈ ലൈൻ പി ക്യു എന്ന് പറയുന്നത്, പി ക്യു ലൈൻ ഈ ലൈനുമായിട്ട് പാരലായിട്ട് എടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എലോങ് ദാറ്റ് ലൈൻ, ആ ലൈനിൻ്റെ രീതിയിൽ വേണം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ പറയാൻ പറ്റും, ഈ 2 ലാംഡ പ്ലസ് 1/1 എന്ന് പറയുന്നതും 3 ലാംഡ പ്ലസ് 2/3/2 ആണ് വരേണ്ടത്. ബൈ 2 എന്ന് പറയുന്നത് ഈക്വൽ ആകണമല്ലോ. ഇത് ബൈ 1 3 ലാംഡ പ്ലസ് 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ലാംഡ പ്ലസ് 2 എന്ന് പറയുന്നത് 3 ലാംഡ പ്ലസ്, ഇത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. നോക്കിയാൽ ലാംഡയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ലാംഡ 0 ആകുമ്പോൾ ഈ പോയിന്റ് നമുക്ക് കിട്ടി 2 6 3 ആണല്ലോ. അപ്പോൾ ആ പി ക്യു ഡിസ്റ്റൻസ് എത്രയാണ് വരാൻ പോകുന്നത്? പി ക്യു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 - 1 1 ആണ്. 6 - 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ 4, ഇത് 9 വരും. അപ്പോൾ √14 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. വെരി ഈസി ക്വസ്റ്റ്യൻ, √14. അപ്പോൾ നമ്മൾ ആ ചെയ്ത 5th പ്രോബ്ലം ആയിരുന്നു കുറച്ചെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് നമുക്കിവിടെ കിട്ടിയത്. 6th ഈസ് വെരി ഈസി, സീംസ് ടു ബി വെരി ഈസി. √14 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഇവർ പറയുന്നത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് തരുന്നുണ്ട്. -1 -1 2. ക്യൂ എന്ന് പറയുന്നത് 5 5 10 എന്ന് പറയുന്നതാണ് ക്യൂ. ഇവിടെ എ ഡിവൈഡ് ചെയ്യുന്നത് 6:1 റേഷ്യോയിലാണ് എ എന്ന് പറയുന്നത് ഈ പോയിന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇന്റേണലിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. 6 പോസിറ്റീവായിട്ട് എടുക്കണം, 6 പോസിറ്റീവായിട്ട് എടുക്കണമെന്ന് ചെയ്യേണ്ടത്. 6 ഇവിടെ പോസിറ്റീവ് ആണെന്ന് അവർ പറയുന്നുണ്ട്. ഒ ഈസ് ദി ഒറിജിൻ, ഒ എന്ന് പറയുന്നതാണ് ഒറിജിൻ. ഇതിൻ്റെയൊക്കെ പൊസിഷൻ വെക്ടർ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പിയുടെ പൊസിഷൻ വെക്ടർ, എയുടേത്. അപ്പോൾ ഒ ക്യു എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒ ക്യു എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇവർ തന്നിരിക്കുന്ന 5 5 10 എന്നും പറഞ്ഞവർ കൊടുത്തിരിക്കുന്നത്. ഒ എ എന്ന് പറയുമ്പോൾ എ നമുക്കിവിടെ സെക്ഷൻ ഫോർമുല വെച്ചിട്ട് എ എഴുതാമല്ലോ. എത്രയായിരിക്കും? 5r - 1 ഡിവൈഡിങ് ബൈ r + 1. അടുത്തത് 5r - 1 ഡിവൈഡിങ് ബൈ r + 1 തന്നെയാണ്. അടുത്ത് വരുന്നത് 10r + 2 ഡിവൈഡിങ് ബൈ r + 1. അപ്പോൾ ഒ എ ഇതാണ് ഒ ക്യുവിൻ്റെ കാര്യം. ഒ എ എത്രയാണ് വരാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കേ. 5r - 1 ഡിവൈഡിങ് ബൈ r + 1, again 5r - 1 ഡിവൈഡിങ് ബൈ r + 1, 10r + 2 ഡിവൈഡിങ് ബൈ r + 1. ഇതാണ് നമ്മുടെ ഒ എ. ഇനിയുള്ളത് ഒ പിയും കൂടിയല്ലേ ഉള്ളൂ. ഒ പി എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്? ഒ പി വരുന്നത് -1 -1 2 എന്നാണ്. ഒ ക്യു ഡോട്ട് ഒ എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു നോക്കിയേ എത്രയാണ് വരാൻ പോകുന്നത്? r + 1 കോമൺ ആണ് എല്ലാത്തിലും. അപ്പോൾ ഇത് 5r - 1 വരുന്നുണ്ട്. ഇവിടെയും 5r - 1 തന്നെയാണ്. അടുത്ത് 10 ടൈംസ് 10r + 1, 10r + 2. കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഡിവൈഡിങ് ബൈ r + 1 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. ആറിൻ്റെ കൂടെ ഇവിടെ ഒരു 25 വരുന്നുണ്ട്, അവിടെയും 25 ആണ്, അവിടെ 100 വരുന്നുണ്ട്. -5ഉം -10 വരുന്നുണ്ട്, അവിടെ ഒരു 20യും കൂടി വരുന്നുണ്ട്. 10 × 2 20 ഡിവൈഡിങ് ബൈ r + 1 ആണ്. അപ്പോൾ ഇതൊന്ന് കാൽക്കുലേഷൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് 150r + 10 ഡിവൈഡിങ് ബൈ r + 1 എന്നാണ്. അല്ലെങ്കിൽ 10 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 15r + 1 ഡിവൈഡിങ് ബൈ r + 1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒ ക്യു ഡോട്ട് ഒ എ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒ ക്യു ഡോട്ട് ഒ എ. ഇനി ഒ പി ക്രോസ് ഒ എ അവർ ചോദിക്കുന്നുണ്ട്. ഒ പി ക്രോസ് ഒ എ അതും വേണമെങ്കിൽ ചെയ്താലോ. ഒ പി ക്രോസ് ഒ എ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒ പി ക്രോസ് ഒ എ എങ്ങനെ കണ്ടുപിടിക്കാം? ഒ പി ക്രോസ് ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ പി നമ്മളിങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. -1 2, അടുത്തത് -1 -1 2, ഇതാണല്ലോ ഒ പി.
ഒ ക്യു എന്ന് പറയുമ്പോൾ 5r മൈനസ് 1 ബൈ ആർ പ്ലസ് 1, 5r മൈനസ് 1 ബൈ ആർ പ്ലസ് 1. അടുത്തത് 10r പ്ലസ് 2 ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1. ഇത് തന്നെ എഴുതണമല്ലോ, 5r മൈനസ് 1 ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1. ഈ ടെക്നിക്കെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ വരുന്നത് 10r പ്ലസ് 2 ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1. അപ്പോൾ ഈ പോർഷൻ നമ്മൾ എടുത്തു കളയും, ആദ്യത്തത് അവസാനത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ആർ പ്ലസ് 1 കോമൺ ആണല്ലോ ഇവിടെ. ഇവിടെ വരുന്നത് മൈനസ് 10r മൈനസ് 2, ഇവിടെയും വരുന്നത് മൈനസ് 10r പ്ലസ് 2 എന്ന് വരുന്നുണ്ട്. അടുത്തത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ആർ പ്ലസ് 1 ഇവിടെയും കോമൺ ആണ്. ഇവിടെ വരുന്നത് 10r മൈനസ് 2, ഇവിടെ വരുന്നത് മൈനസ് 10r മൈനസ് 2 എന്ന് വരുന്നുണ്ട്. 10r മൈനസ് 2 ഇവിടെ വരുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ഉണ്ട് കേട്ടോ, ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ 10r പ്ലസ് 2 എന്നേ വരുന്നുള്ളൂ. അടുത്തത് നമ്മൾ ആ ഒ പി ക്രോസ് OA ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അടുത്ത വരുന്നത് ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് ആർ പ്ലസ് 1 ഇവിടെയും കോമൺ ആണല്ലോ, ആർ പ്ലസ് 1 കോമൺ ആണ്. ഇവിടെ വരുന്നത് മൈനസ് 5r പ്ലസ് 1 എന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ വരുന്നത് പ്ലസ് 5r മൈനസ് മൈനസ് 1 എന്നും വരുന്നുണ്ട്. ഈ രീതിയിലാണ് നമുക്കതവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത് നിങ്ങൾ നോക്കിയേ. ഇവിടെ വരാൻ പോകുന്നത് മൈനസ് 20r ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1. ഇവിടെയും 20r ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1. ഇവിടെ എനിക്ക് കിട്ടുന്നത് 0 ആയിട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇതാണ് ഈ പറഞ്ഞ ഒ പി ക്രോസ് OA. അപ്പോൾ ഈ ഒ പി ക്രോസ് OAയുടെ മോഡുലസ് കണ്ടുപിടിക്കണം. ഒ പി ക്രോസ് OAയുടെ മോഡുലസിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് വരുന്നത് 400 പ്ലസ് 400, അപ്പോൾ ഇത് 800 വരുന്നുണ്ട്. 800r സ്ക്വയർ ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് നോക്കിയേക്കണം, 800r സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒ പി ഡോട്ട് OA അത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനതൊന്ന് എഴുതട്ടെ. ഒ പി ഡോട്ട് OA എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ഒ പി ഡോട്ട് OA, ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഒ പി ഡോട്ട് OA ആണ് അത് വരുന്നത്. അത് വരുന്ന 10 ഇൻറ്റു 15r പ്ലസ് 1 ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1 വരുന്നുണ്ട്. മൈനസ് 1/5 ഇൻറ്റു ഇതാണ് കൊടുത്തിരിക്കുന്നത് 800r സ്ക്വയർ ഡിവൈഡിങ് ബൈ ആർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്നൊന്ന് നോക്കിയേക്കാം. ഇത് കൊടുത്തിരിക്കുന്ന ഈക്വൽ ടു 10 എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ടു 10 എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നമ്മൾ r കണ്ടുപിടിക്കണം. ആറിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് കാണേണ്ടത്. ഈക്വൽ ടു 10 എന്നാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 10 ആയതുകൊണ്ട് ഈ ഒരു 10 ക്യാൻസൽ ആവുന്നുണ്ട്, ഇവിടുന്ന് ഒരു 10. പിന്നെ 8×5 40 ആണല്ലോ, ഈ 5ഉമായിട്ടും ഇത് 16 വരുന്നുണ്ട്, 16r സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന 15r പ്ലസ് 1 ഇൻറ്റു LC എടുക്കുന്നുണ്ട് ഞാനിവിടെ, ആർ പ്ലസ് 1 ഈക്വൽ ടു അല്ലെങ്കിൽ മൈനസ് 16r സ്ക്വയർ ഈക്വൽ ടു ആർ പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണം. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ 15r സ്ക്വയർ വരുന്നുണ്ട്, 15 പ്ലസ് 16r വരുന്നുണ്ട്, പ്ലസ് 1 വരുന്നുണ്ട്. ഇവിടെ ഒരു മൈനസ് 16r സ്ക്വയർ ഉള്ള കാര്യം നിങ്ങൾ ഓർത്തേക്കുക. ഇവിടെയും ആർ സ്ക്വയർ ഉണ്ട്. പിന്നെ ഒരു 2r പ്ലസ് 1 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2r സ്ക്വയർ വരുന്നുണ്ട്, മൈനസ് 14r ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ 7 ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. r ഈക്വൽ ടു 7. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഒന്നുകൂടി ആ കാൽക്കുലേഷൻ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. r ഈക്വൽ ടു 7 കൊടുത്തിട്ടുണ്ട്. r ഈക്വൽ ടു 7 നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ മാച്ചിങ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തി കാൽക്കുലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്, എങ്കിലും ചില ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ കിട്ടിയ എക്സ്ട്രാ ടൈം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൂടി യൂസ് ചെയ്യാം. ഒ പി എല്ലാ പോയിന്റും തന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് നമ്മളിത് ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ 7th പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. r ഈക്വൽ 7 കിട്ടിയിട്ടുണ്ട്, കാൽക്കുലേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സില്ലി മിസ്റ്റേക്ക് വരാം,
അത് നിങ്ങൾ ആൻസർ മാച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഏരിയയുടെ ക്വസ്റ്റ്യനാണ്. ഏരിയ ഓഫ് ദി റീജിയൻ. എ പോസിറ്റീവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് കണ്ടോ, എക്സിൻ്റെ വേരിയേഷൻ അവർ പറയുന്നുണ്ടോ, -1നും +1നും ഇടയ്ക്ക് എടുത്താൽ മതി. എ പോസിറ്റീവാണ്. വൈ അവർ കൊടുത്തിരിക്കുന്നത് എ ഇൻറ്റു എ പ്ലസ് ആണ്. എ പ്ലസ് ഇ റൈസ് ടു മോഡ് എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് പറയുന്നുണ്ടല്ലോ. മോഡ് എക്സ് വന്നുകൊണ്ട് ഇങ്ങനെ എഴുതിയാലേ പറ്റുള്ളൂ. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഇത് വരാൻ പോകുന്നത് എ പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ എ പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. പോസിറ്റീവ് റീജിയണിൽ എ പ്ലസ് ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് വരുന്നുണ്ട്. നെഗറ്റീവ് റീജിയണിൽ ഇത് എ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നെഗറ്റീവ് റീജിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ, ഇവിടെ എ മാത്രമേ വരുന്നുള്ളൂ. ഇവിടുത്തെ ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഇവിടെ എ മാത്രമേ വരുന്നുള്ളൂ. y = a. -1നും 0യ്ക്കും ഇടയ്ക്ക്. എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും വെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഈ രീതിയിലോ മറ്റേ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ റീജിയനിൽ ഇതാണല്ലോ നമുക്ക് കാണേണ്ടത്. അതിൻ്റെ വാല്യൂ അവർ തരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ചില പ്രോബ്ലം വളരെ ഈസിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് -1 മുതൽ 0 വരെ എ ആണല്ലോ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. 0 മുതൽ 1 വരെ ആ എഴുതിയിരിക്കുന്ന എ പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ടാവും, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. ക്വസ്റ്റൻ അവർ ചോദിച്ചിരിക്കുന്നത് എ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എ പോസിറ്റീവ് ആണെന്ന് അവർ പറയുന്നുണ്ട്. എ പോസിറ്റീവ്, ആ എയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇ സ്ക്വയർ 8e + 1 ഇ സ്ക്വയർ 8e + 1 ബൈ ഇ എന്നവർക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 0 മൈനസ് -1 എന്ന് പറയുമ്പോൾ 0 + 1 എന്ന് വരുന്നുണ്ട്. ഇവിടെ എ എക്സും ഇ റൈസ് ടു എക്സും ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ, അപ്പോൾ ഇത് പ്ലസ് വരും. 1ഉം 0യും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. എ വരുന്നുണ്ട്, ഇ വരുന്നുണ്ട്, ഇ റൈസ് ടു -1 വരുന്നുണ്ട്. 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും 1 ആണല്ലോ. ഇതാണ് ഈ തന്നിരിക്കുന്ന വാല്യൂ. അപ്പോൾ ഇത് 2a വരുന്നുണ്ട്, 2a വരുന്നുണ്ട്, ഇ വരുന്നുണ്ട്, ഇ റൈസ് ടു -1 വരുന്നുണ്ട്, -2 വരുന്നുണ്ട്. അതായത് ഇത് കിട്ടുന്നത് 2a ഇ വരുന്നുണ്ട്, ഇ സ്ക്വയർ വരുന്നുണ്ട്, +1 വരുന്നുണ്ട്, -2 ഇ വരുന്നുണ്ട്, ഡിവൈഡിങ് ബൈ ഇ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് ഇവർ കൊടുത്തിരിക്കുന്ന ഇ സ്ക്വയർ + 8e + 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2a - 2ൻ്റെ വാല്യൂ ആയിരിക്കണമല്ലോ 8 വരേണ്ടത്. അപ്പോൾ 2a 10 എന്ന് വന്നു കഴിഞ്ഞാൽ എയുടെ വാല്യൂ 5 ആണ്. നമുക്ക് നോക്കാം എ 5 ഓടെ മാച്ച് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, a = 5 എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതായിരുന്നു നമ്മുടെ 9th ക്വസ്റ്റ്യൻ നമ്പർ 9. എയുടെ വാല്യൂ നമുക്കിവിടെ 5 എന്ന് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു പ്രോബ്ലമായിട്ടാണ് തോന്നുന്നത്. എ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവർ പറയുന്നത് ഒരു സ്പെറിക്കൽ ചോക്ലേറ്റ് ബോളാണ്, യൂണിഫോം തിക്നെസ് ആണ് 1 സെൻറ്റിമീറ്റർ. തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് സെൻറ്റിമീറ്റർ ക്യൂബാണ് പറയുന്നത് കൊണ്ട് വോളിയം ആയിരിക്കുമല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെറിക്കൽ ഷേപ്പാണ്. ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഒരു ഐസ് ലെയർ ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഐസ്ക്രീമാണ്, ഐസ്ക്രീം. അതിൻ്റെ 1 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ തിക്നെസ്. ഞാൻ ഇവിടുന്ന് ഇവിടം വരെ 6 എന്ന് എടുക്കുവാണെങ്കിൽ ഇത് ഈ കാണുന്നുണ്ടല്ലോ, ഇത് ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഇത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് അവർ പറയുന്നുണ്ട്.
അപ്പോൾ ഈ വോളിയത്തിൻ്റെ സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് 4/3πr³ ആണല്ലോ. അതിൻ്റെ റേറ്റ് അവർ പറയുന്നുണ്ട്. dV/dt എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന 4/3 × π × 3r² × dr/dt ആണ് അവർ തന്നിരിക്കുന്നത് 81 എന്നും പറഞ്ഞവർ തരുന്നത്. അപ്പോൾ ഇവിടെയാണ് മെൽറ്റിംഗ് നടക്കുന്നത്. ഐസ്ക്രീം മെൽറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ റേറ്റും പറയുന്നുണ്ട്. ഇപ്പോൾ റേഡിയസ് അതിൻ്റെ തിക്നെസ്സിൻ്റെ, അപ്പോൾ ഇവിടെ വരുന്നത് നിങ്ങൾ നോക്കിയാൽ ഈ 3 ക്യാൻസലായിട്ട് 4πr² × dr/dt. ആ dr/dt ആണ് ഈ 1/4π പറയുന്നത്, = 81 വരുന്നുണ്ട്. അപ്പോൾ r² 9 ആണല്ലോ. സർഫസ് ഏരിയ വരുന്നത് 4πr² ആണെന്ന് തോന്നുന്നു സർഫസ് ഏരിയ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓർത്തിരുന്നേക്കണം. അപ്പോൾ ഇത് 4π × r²ൻ്റെ വാല്യൂ 81 വരുന്നുണ്ട്. അപ്പോൾ ഇത് 432 4πr² 81 ആണ് വരുന്നത്. പക്ഷെ അത് മാച്ച് ചെയ്യുന്നില്ല. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. 4/3πr² ആണ് 81 കിട്ടിയിരിക്കുന്നത്. dr/dt 1/4π ആണ്. r² 81 വരുന്നുണ്ട്. അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ, ഈ ഐസ്ക്രീം ലെയറിൻ്റെ എടുക്കാൻ പറ്റില്ല സർഫസ് ഏരിയ. അതാണ് ഐസ്ക്രീം ഏരിയ, അതെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 4π × r-1² ആയിരിക്കും. കാരണം എന്താ, ഇവിടെ വരച്ചായിരുന്നു ഞാൻ. ഇവിടെ ഈ ആറിനകത്തുനിന്ന് ഈ 1 യൂണിറ്റ് എടുക്കാൻ പറ്റില്ല. ഈ 1 നമുക്ക് എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ആ ചോക്ലേറ്റിൻ്റെ സർഫസ് ഏരിയയെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ r² 9 ആണല്ലോ, അല്ല r² 81 ആണ്. r² 81. അപ്പോൾ ആ ആറിൻ്റെ വാല്യൂ ഇവിടെ 9 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് കിട്ടുന്നത് 4π × 9 ആയതുകൊണ്ട് ഇത് 8ൻ്റെ സ്ക്വയറാണ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം മാച്ച് ചെയ്യുന്നുണ്ടോ. 8 × 64, 4 16, 1 25, 256π ആണ് എനിക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ ഒരെണ്ണം ഇവിടെ മാച്ചിങ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. നിങ്ങൾ ആൻസർ ഒന്നുകൂടി വെരിഫൈ ചെയ്യണം എല്ലാവരും. ഞാൻ പറഞ്ഞ ഇതാണ്, ഈ ഒരു ചോക്ലേറ്റ് ബോളിൻ്റെ മുകളിലായിട്ട് ഒരു ഐസ്ക്രീം ലെയറുണ്ട്. അത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മെൽറ്റ് ചെയ്യുമ്പോൾ ഐസ്ക്രീമാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം നോക്കിക്കോ. ഇത് വരുന്ന 4/3π 3r² × dr/dt പറയുന്നുണ്ട്. r 9 വരുന്നുണ്ട്. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്ന സർഫസ് ഏരിയ വിത്തൗട്ട് ഇത് പറഞ്ഞു. ഇത് നമ്മൾ ശ്രദ്ധിക്കണത്, ഐസ്ക്രീം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ r-1ൻ്റെ സ്ക്വയറേ വരുന്നുള്ളൂ. അവിടെ 4πr² എന്ന് പറയുമ്പോഴേ അവിടെ വരുന്ന റേഡിയസ് ആ 1 കുറച്ചിട്ട് വേണം പറയേണ്ടത്. അപ്പോൾ 8ൻ്റെ സ്ക്വയർ 256π എന്നാണ് ഇവിടുത്തെ ആൻസർ നമുക്കിവിടെ കിട്ടിയത്. ഇതായിരുന്നു നമ്മുടെ 9th ക്വസ്റ്റ്യൻ. 10th പോവാം. ഇതാണ് ആ സ്ക്വയർ തന്നിരിക്കുന്നത്. 16 സ്ക്വയേഴ്സ് ഉണ്ട്. 2 സ്ക്വയേഴ്സ് ആർ ചോസൺ. പ്രോബിലിറ്റി ദാറ്റ് ദേ ഹാവ് നോ കോമൺ സൈഡ്. അപ്പോൾ ഇങ്ങനെ കോമൺ സൈഡ് ഉള്ളതേ, ഇത് രണ്ടും കൂടി എടുക്കുമ്പോൾ ഇതൊരു കോമൺ സൈഡ് ആണല്ലോ, ഇതൊരു കോമൺ സൈഡ് ആണല്ലോ. ഇതിൻ്റെ രണ്ടിൻ്റെയും കേസിൽ, ഇതിൻ്റെ രണ്ടിൻ്റെയും കേസിൽ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കേസിൽ വരുന്ന ഇതാണ് കോമൺ സൈഡ്. അത് വരാൻ പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കേസിൽ ഇതാണ് കോമൺ സൈഡ്. അല്ല, കോളം വൈസ് എത്ര കോമൺ സൈഡ് വരുമെന്ന് നമ്മൾ നോക്കണം. കോളത്തിനകത്ത് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് വിത്ത് കോമൺ സൈഡ്. കോമൺ സൈഡ് വരുന്ന എത്ര എണ്ണം വരുന്നുണ്ട്? ഈ ഫസ്റ്റ് റോയിൽ 3 എണ്ണം വരുന്നുണ്ട്. ഇത് കണ്ടില്ല, ആദ്യത്തെ 2 എണ്ണത്തിൽ ഇതാണ്, ഇത് രണ്ടിലും ഇതാണ് വരുന്നത്, ഇത് രണ്ടിലും ഇതാണ്, 3 എണ്ണമാണ് വരുന്നത്. അങ്ങനെ എത്ര കോളം ഉണ്ട്? 1 2 3 4 × 4 വരുന്നുണ്ട് അല്ലേ? ഇനി അടുത്തതായിട്ട് ഇത് കോളം വൈസ് ആണ്. അപ്പോൾ കോളം വൈസ് ഇത്രയും ഉണ്ടെങ്കിൽ, സിമിലർലി റോ വൈസ് എത്രണ്ണേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് 12 ആണ് വരുന്നതെങ്കിൽ റോ വൈസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും 12 എണ്ണമാണ് വരുന്നത്. ഇതെടുക്കാൻ പറ്റില്ല. റോ വൈസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി എടുക്കുമ്പോഴേ, ഇത് രണ്ടും കൂടിയാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരെണ്ണം കോമൺ വരുന്നില്ലേ? പിന്നെ ഇത് രണ്ടും കൂടിയാണ് എടുക്കുന്നത്, ഇത് 2 എണ്ണം വരില്ലേ? പിന്നെ ഇത് ലാസ്റ്റ് 2 ആണ് എടുക്കുന്നത്, ഇത് 3 എണ്ണം വരില്ലേ? ആ രീതിയിലാണ്. അപ്പോൾ അവിടെയും 12 ആണ് കിട്ടുന്നത്. 3 × 4, 4 റോ ഉണ്ട് ഇവിടെ. ഒന്നാമത്തെ, രണ്ടാമത്തെ, 3 4 4 റോ. അപ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റില്ല. 24 കേസ് എടുക്കാൻ പറ്റില്ല.
അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുമ്പോൾ ഇത് വളരെ ഈസിയാണ്. ടോട്ടലിൽ നിന്നും ഈ 24 1 2 16 ഉണ്ടല്ലോ, ആ 16 സീറ്റ് 16 ഏതെങ്കിലും, ഇതാണല്ലോ ടോട്ടൽ കേസ്. ടോട്ടലിൽ നിന്നും ഈ 24 കേസ് വരെ നമ്മൾ എടുത്തു കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ആൻസർ വരുന്നത്. 1 - 24 16 15 × 2 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തെടുക്കണം. 6 4 24, ഇവിടെ 4 വരുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്ന എത്രയാണെന്ന് നിങ്ങൾ നോക്കിയാൽ 1, ഈ 2 ക്യാൻസൽ ആവും, പിന്നെ ഒരു 2, അപ്പോൾ 3/15 എന്ന് വരുന്നുണ്ട്. 12/15 എന്നാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. 12/15 നോക്കാം ആൻസർ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. ഏതെങ്കിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 4 ഇവിടെ 5 വരുന്നുണ്ട്. അപ്പോൾ ഇത് 4/5 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. 4/5 ആണ്. ഇതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോഴേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, നിങ്ങൾ ആ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഇതുകൊണ്ട് ചെയ്യാമെന്നല്ല പറയുന്നത്, ഇത് കിട്ടിയില്ലേ പിന്നെ അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യും. ഇവിടെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ പറയുമ്പോൾ y = x dy - y dx ഡിവൈഡിങ് ബൈ dy എന്ന് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ഫംഗ്ഷൻ കണ്ടോ, മുകളിൽ എക്സും താഴത്ത് വൈയും കിട്ടിയാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാനിവിടെ മൾട്ടിപ്ലൈ -y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടിയാണ്. y dx - x dy എന്ന് എഴുതാൻ വേണ്ടിയാണ് ഒരു മൈനസ് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്. ഈ dy ഞാൻ ഇപ്പറേ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. sin x/y, അപ്പം -y dy ഞാനിവിടെ ചെയ്യുന്നത് ഒരു y² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതിന് dx/y എന്ന് എഴുതാം. ഇവിടെ sin x/y കൊണ്ട്, അപ്പോൾ ഇത് -1/y dy എന്ന് പറയുന്നതാണ് ഈ കാണുന്ന sin x/y dx/y എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് ചെയ്ത് നോക്കേണ്ടത്. sin x/y അല്ലേ, ഡിനോമിനേറ്റർ ഇൻറ്റു, അപ്പോൾ ഇതിപ്പോൾ ഇൻ്റഗ്രേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇത് വരുന്നത് -log y = ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാമല്ലോ, -cos x/y + c എന്ന് വരും. അല്ലെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിലും എഴുതാം, log y = cos x/y. ഈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടാലും മൈനസ് ഇട്ടാലും ഒരേ എഫക്റ്റ് ആണല്ലോ. അപ്പോൾ cos y log y = cos x/y ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇനി ഇവർ ഇതിനകത്തൊരു കണ്ടീഷൻസ് ഒക്കെ തരുന്നുണ്ട്. 1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ അല്ലേ, വൈക്ക് 1 എന്നിട്ട് കൊടുക്കുമ്പോൾ എക്സ് π/2 ആണെന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. വൈക്ക് 1 എന്നിട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ π/2 വരും. അപ്പോൾ ഈ c 0 ആയി പോകുമല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും cos x/y വാല്യൂ ആണ്, cos x/y വാല്യൂ ആണ് ഇവർ തന്നിരിക്കുന്ന log y. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. cos x/2 ആണ് അവർക്ക് വേണ്ടത്. ദെൻ cos x/2, cos x/y എന്ന് ഇവിടെ തിരിച്ചെഴുതിയാൽ x/y ആണ്. അപ്പോൾ cos x/, അവർ ചോദിച്ചിരിക്കുന്നത് cos x2 ആണ് അവർ ചോദിക്കുന്നത്. ഇതാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഞാൻ yക്ക് 2 എന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് cos x/2 എന്ന് പറയുന്നത് log y കിട്ടുന്നുണ്ട്. അപ്പോൾ cos x എത്രയാണ്, cos x എത്രയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. cos x-ൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 cos square x/2 - 1 ആണല്ലോ. അപ്പോൾ ഈ x/2 ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 2 log y സ്ക്വയർ, 2 log y ദി ഹോൾ സ്ക്വയർ -1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ cos x-ൻ്റെ വാല്യൂ 2 log, എന്നിട്ട് ഈ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ കോസിനെ ഈ വൈക്ക് 2 എന്നിട്ട് കൊടുക്കുമ്പോൾ എത്ര കിട്ടുമെന്നാണ്. അപ്പോൾ 2 log 2 ദി ഹോൾ സ്ക്വയർ -1 എന്നാണ്. 2 log 2 ദി ഹോൾ സ്ക്വയർ -1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും വളരെ ഈസി ആയിരുന്നു ഈ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്. 2 cos square x/2
ആ കോസ് എക്സ് ബൈ ടുവിന് ലോഗ് വൈ എന്നിട്ട് കൊടുത്തു. പിന്നെ ആ എക്സിൻ്റെ സ്ഥാനത്തെ എക്സ് അവിടെ നിർത്തുക, വൈ ആണ് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായിട്ട് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ വൈക്ക് 2 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നതാണ് ആൻസർ. ഇതായിരുന്നു നമ്മുടെ 11th പ്രോബ്ലം. ഇതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 12th പ്രോബ്ലം നോക്കിക്കേ, എന്താണ് ഇവർ തരുന്നത്? 16 + 16. ഓക്കെ, ദിസ് ഈസ് ഡയറക്റ്റ് റിസൾട്ട് ആണെന്ന് തോന്നുന്നത്. ആ റിസൾട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതിയേക്കാം. 4 cos A cos 60 - A cos 60 + A എന്ന് പറയുന്നത് cos 3A ആയിരിക്കും. അപ്പോൾ ആ ഫോമിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, ആ ഫോമിൽ തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിന്. അപ്പോൾ ഈ എഫ് എക്സിൻ്റെ വാല്യൂ വരുമ്പോൾ ഒരു 4 ഇങ്ങനെ മാറ്റിക്കോളൂ. ഒരു 4 മാറ്റുവാണെങ്കിൽ ഇവിടെ ഒരു 6 കൂടി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 6 ഉണ്ട്. 4 ഇൻറ്റു തീർത്ത് പറയാൻ പറ്റും അല്ല, ഈ ഫോർമുല cos 3x ആണിത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാമല്ലോ, -1നും +1നും ഇടയ്ക്കാണ് വരുന്നത്. ഞാൻ എഴുതിയപ്പോൾ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. ഇത് ഇവിടെ ഇതിന് താഴത്തും കൂടി കുറേ ടേംസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെയും അതും കൂടി ഇവിടെ എഴുതണം. അപ്പോൾ ഇത് 4 cos 3x ആണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇനിയുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു sin 3x ഉണ്ട്, ഒരു sin 6x ഉണ്ട്. ഡയറക്റ്റ് ഫോർമുലയാണ്. 6 ഇട്ടിട്ട് ഒരു 2 മാറ്റിക്കഴിഞ്ഞാൽ ഈ 2 cos 3x sin 3x ഇങ്ങനെ കമ്പൈൻ ചെയ്യണം. ഇത് sin 6x ആണല്ലോ. സൈൻ ആണോ കോസ് ആണ്? കോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഇത് കോസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് കേട്ടോ, കോസ് ആണേ. അപ്പോൾ ഇത് വരുന്നത് 6 + 2 ഇൻറ്റു ഇതിൻ്റെ വാല്യൂ sin 6x വരുന്നുണ്ട്, ഒരു cos 6x കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് 6 + 6 ആണ് അവിടെ കൊടുത്തിരുന്നത്. 6 + അതെ 6 + ഇത് വരുന്നത് sin 12x എന്ന് വരുന്നുണ്ട്, ഈ കാണുന്നത്. ഇതിൻ്റെ വാല്യൂ ആണ് -1നും +1നും ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എവിടെയായിരിക്കും? -1 കൊടുക്കുമ്പോൾ ഇത് 5ഉം +1 കൊടുക്കുമ്പോൾ ഇത് 7ഉം വരുന്നു. അപ്പോൾ 5നും 7നും ഇടയ്ക്കാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അതാണ് അവർ പറയുന്നത്, അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ആൽഫ 5ഉം ബീറ്റ 7ഉമാണ്. ആൽഫ 5ഉം ബീറ്റ 7ഉമാണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ആൽഫ ബീറ്റയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് 3 ഇൻറ്റു ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഫോർമുലാസ് എല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കണം. 3 5 7ൽ നിന്നാകുമ്പോൾ 3 × 5 4 × 7 +12 ഡിവൈഡിങ് ബൈ 5 എന്നായിരിക്കും ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് 15 വരുന്നുണ്ട്, 28 വരുന്നുണ്ട്, +12 വരുന്നുണ്ട്, 50/5. അപ്പോൾ 10 എന്നായിരിക്കും ആൻസർ വരും. 50/5 എന്ന് പറയുമ്പോൾ 10 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. 10 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് ഒന്നുകൂടി നോക്കിയേക്കണേ. 15 28 12/5 15 40/5 55/5 എന്നാണ് വരുന്നത്. 10 അല്ല 11 എന്നാണ് ആൻസർ വരുന്നത്. 11 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ആ കാൽക്കുലേഷൻ നോക്കിയേക്കണേ. 11 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറായിട്ട് തോന്നുന്നു. 1-2 പ്രോബ്ലം ലെങ്തി ആയിരുന്നു, ആ വെക്ടറിൻ്റെ വന്നതും അല്ലാതെ അതുമായിട്ട് ഒരു ലോക്കസ് ചോദിച്ചതുമാണ് ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നിയത്. ഡുവബിൾ ആണെങ്കിലും ഇതെല്ലാം വളരെ ഈസിയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രോബ്ലം നോക്കാം. ഇവരിവിടെ പറയുന്നത് ഒരു പരാബോള തരുന്നുണ്ട്, y² = 4x. അപ്പോൾ ഈ രീതിയിലാണല്ലോ വരയ്ക്കുന്നത്. എ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ എവിടെയോ ആണ് A,0 തന്നിരിക്കുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ടു ദിസ് കർവ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, എവിടെയോ ആയിരിക്കും
ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫോം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത് പരാബോള ആയതുകൊണ്ടേ ഇത് വരാൻ പോകുന്ന ഈ പോയിന്റ് AT² A1 ആണല്ലോ. അപ്പോൾ T² 2T എന്നായിരിക്കുമല്ലോ ഇത് വരുന്നത്, T². അപ്പോൾ ഈ ഡിസ്റ്റൻസ് അവർ തരുന്നുണ്ട്, മിനിമം ഡിസ്റ്റൻസ് അവർ തരുന്നുണ്ട്. ഇപ്പം ഞാൻ വേണമെങ്കിൽ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ആ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് T² - A² പ്ലസ് 4T² എന്നായിരിക്കും. മിനിമം ഡിസ്റ്റൻസ് ആകുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കുമല്ലോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഞാനൊരു മെത്തേഡ് പറയുന്നതേ ഉള്ളൂ. 2 times T² - A ഇൻറ്റു 2T പ്ലസ് 4 ഇൻറ്റു 2 ഇൻറ്റു T = 0 എന്ന് വരും. T0 വരാൻ പറ്റില്ല. T0 വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും വരുന്നത്. T0 വരുമ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് T0 എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ 2T ക്യാൻസൽ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വരുന്നത് T² - A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ +2 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ആ T² വാല്യൂ 2 - A എന്നാണ്. T² 2 - A എന്നാണ് വരുന്നത്. T² വരുന്നത് 2 - A എന്ന് നമുക്കവിടെ കിട്ടുന്നുണ്ട്. T² - A എന്നായിരിക്കും ആ 2 - A വരുന്നത്. അപ്പോൾ ഇതൊന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് തിരിച്ചു പറയാനും പറ്റും. FTൻ്റെ വാല്യൂ വരുമ്പോഴേ നമുക്കിതറിയാവുന്നതാണല്ലോ. എനിക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് രണ്ട് രീതിയും ചെയ്യാം. FTയുടെ വാല്യൂ ഇത് വരുന്നത് T² - A എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്നത് 2 - 2A² എന്നായിരിക്കും. അവിടെ വരാൻ പോകുന്ന എത്രയാണ്? 4 ഇൻറ്റു T² വാല്യൂ 2 - A എന്നാണ്. ഇതിൻ്റെ വാല്യൂ ആണ് ഒരു 4 എന്ന് പറയുന്നത്. ഈ വാല്യൂ ഇട്ട് കൊടുക്കാൻ 4 എന്ന്. അതിൽ നിന്ന് A കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ദെൻ ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ പാസിംഗ് ത്രൂ A, 0 അതാണ് അവർ ചോദിക്കുന്നത്. വാട്ട് ഇസ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ പാസിംഗ് ത്രൂ A? അപ്പോൾ A കിട്ടിയാൽ കാര്യം നടക്കും. അവിടെ 4 കിട്ടണം. അപ്പോൾ എയുടെ ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറ്റുമെന്നുള്ളതാണ്. നോക്കി തന്നെ പറയാൻ പറ്റും. Aക്ക് 1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നുണ്ട്. Aക്ക് 1 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ വരുന്നുണ്ട്. അപ്പോൾ A1 എന്നാണ് അവിടെ വരേണ്ടത്. A1 1, 0. അപ്പോൾ ആ പോയിന്റ് എനിക്ക് തോന്നുന്നത് ഇപ്പറേ എവിടെയെങ്കിലും ആയിരിക്കും. ഗ്രാഫ് വരച്ചപ്പോഴേ A, ഇവിടെ എങ്ങാനും ആയിരിക്കും. A, 0 ഇവിടെയാണല്ലോ വരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കിക്കോളൂ, എന്താണ് ഇവിടെ കാണുന്നത്? T² - A² പ്ലസ് 4T² എന്നാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. T² - A² പ്ലസ് 2T² 4T². ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഇത് 2 times T² - A ഇൻറ്റു 2T വരുന്നുണ്ട്. അവിടെ വരുന്ന 4 times 2T വരും. 2T ക്യാൻസൽ ആവുകയാണ്. കാരണം T0 ആയിക്കഴിഞ്ഞാൽ ഇവിടെ വരാനും ചാൻസ് ഉണ്ട്. ആ ഒരു കേസും കൂടി അവിടെ വരുന്നുണ്ട്. അവിടെ A പോസിറ്റീവ് ആണ്. പിന്നെ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ T² - A പ്ലസ് 4 എന്ന് പറയുമ്പോൾ 2T ക്യാൻസലായി, ഒരു 2 കൂടി ക്യാൻസലായിട്ടാണ് ഈ രീതിയിൽ വരുന്നത്. അപ്പോൾ എയുടെ T² വാല്യൂ 2 - A എന്ന് കിട്ടുന്നുണ്ട്. എഴുതിയപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് സംഭവിച്ചു. ഇവിടെ ഈ സില്ലി മിസ്റ്റേക്കാണ് നമ്മളെ ട്രബിളിലാക്കുന്നത്. ഇത് വരുന്നത് A - 2 എന്നാണ്. 2 - A അല്ല, A - 2 എന്നാണ് വരുന്നത്. ഒരു മിസ്റ്റേക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. A - 2. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരുന്നത് നോക്കിയേ. FTൻ്റെ വാല്യൂ വരാൻ പോകുന്നത്, FT വരാൻ പോകുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A - 2 - 2ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു A - 2 എന്ന് വരുന്നുണ്ട്, 4T². അപ്പോൾ ഇത് വരുന്നത് എനിക്ക് തോന്നുന്നത് A - 2 - A ആണ്. ഇത് A ആണ്. അപ്പോൾ ഇത് 4 + 4 ഇൻറ്റു A - 2ൻ്റെ വാല്യൂ ആണ് ഈ 4 ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഡിസ്റ്റൻസ് B 4 എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 4 ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. 4 + 4 ഇൻറ്റു A - 2, അതായത് 1 + A - 2 = 4ഉം 4ഉം ക്യാൻസൽ ആവുന്നുണ്ട്. A2 എന്ന് വരുന്നുണ്ട് ഇതിനകത്ത്. 1 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ. ക്ലിയർ ആണ്. ആക്ച്വലി ഇതേ ഞാൻ എടുത്തതിലൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണിത്. സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. അതിനെ 4ഉമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് ഇക്വേറ്റ് ചെയ്യേണ്ടത് 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആയിരിക്കും.
അപ്പോൾ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിയുടെ a-2 വരും, ഇവിടെ 4 എന്ന് വരും. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ 5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കിൾ പാസിംഗ് ത്രൂ a,0 ആൻഡ് ദി ഫോക്കസ് ഓഫ് ദി പരാബോള. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കിൾ പാസ് ചെയ്യേണ്ടത് ഫോക്കസ് ഇവിടെ നമുക്കറിയാലോ 1,0യിലും a,0 a വന്നിരിക്കുന്ന 5,0യിലുമാണ് വരുന്നത്. പിന്നെ അവർ പറയുന്നത് സെൻറ്റർ ലൈസോൺ ആക്സിസ് ആണ്. അപ്പോൾ സെൻറ്റർ ഇവിടെ തന്നെ വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻറ്റർ അവിടെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 3,0 ആയിരിക്കുമല്ലോ. ഇത് 3,0 ആയിരിക്കും സെൻറ്റർ വരുന്നത്. 3 - 2 3,0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വരാൻ പോകുന്നത് x-3 ദി ഹോൾ സ്ക്വയർ പ്ലസ് y² ഈക്വൽ ടു, ഈ ഡിസ്റ്റൻസ് 2 ആണല്ലോ, ഈ ഡിസ്റ്റൻസും 2 തന്നെയാണ്, ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ x² പ്ലസ് y² മൈനസ് 6x പ്ലസ് 5 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. 9 - 4 5. അപ്പോൾ ഇതെനിക്ക് ഇവിടെ വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷനകത്ത് മാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ഒരു നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷനും ഡെറിവേറ്റീവും കോർഡിനേറ്റുമായിട്ട് മിക്സ് ചെയ്തൊരു ക്വസ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതായിരുന്നു നമ്മുടെ 13th പ്രോബ്ലം. ക്വസ്റ്റൻ നമ്പർ 13 ഈസ് ദിസ് വൺ. ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുത്ത്, അതാണ് അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് വന്നത് ഡിസ്റ്റൻസിന്. പിന്നെ ഇവിടെ വന്നത് t² എഴുതപ്പോഴേ ഞാൻ എഴുതിയത് 2 - a എന്ന് എഴുതി. 2 - a അല്ല, a-2 ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്യണം. നിങ്ങളത് ചെയ്യും. ഞാനിവിടെ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എഴുതിയപ്പോൾ അവിടെ 4 ആയിരുന്നു തന്നത്, അവിടെ 4 അല്ല വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണല്ലോ എഴുതിയിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഫോർമുലയുടെ സ്ക്വയർ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 4ൻ്റെ സ്ക്വയർ 16 എന്നാണ് ഇത് വരേണ്ടത്. ഓക്കെ ആണ്, എങ്കിലും ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്. 14th ക്വസ്റ്റ്യനിലേക്ക് പോകാം. R ഇക്വലൻസ് റിലേഷൻ ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. R എന്ന് പറയുന്ന ഇക്വലൻസ് റിലേഷൻ ആണോ? ഈ ഒരു കണ്ടീഷനിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് റിലേഷൻ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നുണ്ട്. റിഫ്ലെക്സീവ് നോക്കണം. അതായത് a1 b1 എന്ന് പറയുന്നത് a1 b1ഉമായിട്ട് റിലേറ്റഡ് ആണോ? അതാണ് ക്വസ്റ്റ്യൻ. വളരെ ക്ലിയർ ആണ്. ഇത് ഇവിടെ ഡെഫിനിഷൻ പ്രകാരം a1 b1ഉം a2 b2ഉം റിലേറ്റഡ് ആവാൻ ഈ പറഞ്ഞ b1ഉം ഈ പറഞ്ഞ b2 ഈക്വൽ ആവണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ b1ൻ്റെ സ്ഥാനത്തും b1 ആണ്, b2ൻ്റെ സ്ഥാനത്തും b1 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രൂ ആണിത്. ഇനി സിമെട്രിക് ആണോ? സിമെട്രിക്, ഇത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഈ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളത്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷനുണ്ട്. a1 b1 റിലേറ്റഡ് ടു a2 b2. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ദെൻ തിരിച്ചു പറയണം. a2 b2 a1 b1ഉമായിട്ട് റിലേറ്റഡ് ആണോ? ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പറയാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ b1ഉം b2 ഈക്വൽ ആയാൽ മതി. ഇതിൻ്റെ മീനിങ് എന്തായിരിക്കണം? ഈ b2ഉം b1ഉം ഈക്വൽ ആയിരിക്കണം. അത് തന്നെയല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സിമെട്രിക്കുമാണ്. ഇനി ഇതിൻ്റെ ട്രാൻസിറ്റിവിറ്റിയെ കുറിച്ച് പറയാം. ട്രാൻസിറ്റീവ് ആണോ? അപ്പോൾ ആ 3 കേസ് നമ്മളൊന്ന് ചെയ്തേക്കണം. ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവിൻ്റെ കാര്യത്തിൽ നമ്മളിങ്ങനെ a1 b1 റിലേറ്റഡ് ടു a2 b2. അപ്പോൾ ഇതിലൊരു മീനിങ് ഉണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണ്? b1ഉം b2 ഈക്വൽ ആണ്. ആൻഡ് അടുത്തത് a2 b2 റിലേറ്റഡ് ടു a3 b3. ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ a2 ഈ കാണുന്ന b2 എന്ന് പറയുന്നതും b3യും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഈ a1 b1 എന്ന് പറയുന്നത് റിലേറ്റഡ് ടു a3 b3 ആണോ? അതായത് a1ഉം ഈ പറഞ്ഞ b1ഉം b3യും ഈക്വൽ ആണോ? ഈ b1ഉം b3യും ഈക്വൽ ആണോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. b2ഉം b3യും ഈക്വൽ ആണ്, b1ഉം b2ഉം ഈക്വൽ ആണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഇത് പറയാൻ പറ്റും. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമാണ്. അപ്പോൾ ഇവർ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കിക്കേ, എന്താണ് കണ്ടീഷൻ? റിലേഷൻ ഇത് തന്നെയാണ്.
എക്സ് വൈ എന്ന് പറയുന്ന റിലേറ്റഡ് ടു എ ബി ആണോ? അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു ബി വരുന്നതാണ്. അവർ പറയുന്നത് y ഈക്വൽ ടു ബി ഇത് y ഈക്വൽ ടു എക്സിന് പാരലാണോ? അല്ല. y ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിന് പാരലാണ് അല്ലേ? ഇങ്ങനെയായിരിക്കും y ഈക്വൽ ടു ബി പോകുന്നത്. y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണല്ലോ y ഈക്വൽ ടു എക്സ്. ഇത് രണ്ടും പാരലാണോ? അല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ്. അപ്പോൾ ഇതായിരിക്കുമല്ലോ ഇതിൻ്റെ ഓപ്ഷൻ വരാൻ പോകുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണ് ഇവിടെ. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടായിരിക്കണം ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതായിരുന്നു നമ്മുടെ 14th പ്രോബ്ലം. ഒരു പ്രശ്നമില്ലാത്തൊരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. കോഡ് വിത്ത് മിഡ് പോയിന്റ്. ഇതിൻ്റെ ലെങ്ത് എന്താണ്? ഇത് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ ആ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. ലെങ്ത് ഓഫ് ദി കോഡ് y ഈക്വൽ ടു mx പ്ലസ് സി. നിങ്ങളിത് പഠിക്കണേ. ഇത് വരുന്നത് 2ab ഡിവൈഡിങ് ബൈ എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. ഇതാണ് ആ ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഈ ഫോർമുലയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, എ സ്ക്വയർ അവിടെ തരുന്നുണ്ട് 4 ആണ്. ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. കോഡ് വിത്ത് മിഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കണം നമ്മൾ. കോഡ് വിത്ത് മിഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല ഏതാണ്? ടി ഈക്വൽ ടു S1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കോഡ് വിത്ത് മിഡ് പോയിന്റ്. അപ്പോൾ അവർ തന്നിരിക്കുന്നത് മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടി എങ്ങനെയാണ് എഴുതേണ്ടത്? x(x1) by a square y(y1) by b square equal to x1 square by a square y1 square by b square ആണ്. ഈ x1 y1 ആണ് അവർ തന്നിരിക്കുന്ന 1,2 1,1/2 ആണ്. ഇതിട്ട് കൊടുക്കണം. അപ്പോൾ x by a square എന്ന് പറയുമ്പോൾ ഇവിടെ 4 എഴുതിയാൽ മതി. ഇവിടെ വരുന്നത് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണല്ലോ, ഇൻറ്റു 2 എന്ന് കൂടി വരുന്നുണ്ട്. x1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഉം y1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇത് 4 ഉം ഒരു 2 1/8 ഉം വരുന്നുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 3/2 അല്ലേ വരുള്ളൂ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3/2. ഈ രീതിയിലാണ് നമുക്കത് കിട്ടുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3/2. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫോർമുലയിലേക്ക് നിങ്ങൾ നോക്കണം. ഇവിടെ വൈയുടെ വാല്യൂ വരുന്ന -x പ്ലസ് 3/2 എന്നാണ്. എല്ലാ വാല്യൂ അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഇവിടെ ഈ രീതിയിൽ ഞാൻ കണ്ടുപിടിക്കാം. 2ab എത്ര വരും? 2 × 2 × √2 വരും. എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്ര വരും? എ സ്ക്വയർ 4 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും എമ്മിൻ്റെ വാല്യൂ -1 ആണ്, സിയുടെ വാല്യൂ 3/2 ആണ്. എ സ്ക്വയർ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 + 2 അതായത് 6 വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എ സ്ക്വയർ എം സ്ക്വയർ ഓരോ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അടുത്ത് 1 + m സ്ക്വയർ എത്രയാണ് വരുന്നത്? 1 + m സ്ക്വയർ വരുമ്പോൾ 1 + 1 2a വരുന്നുള്ളൂ. ഇനി അടുത്തത് എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്തറിയാണെന്ന് അവർ ചോദിക്കുന്നു. -c സ്ക്വയർ. അപ്പോൾ ഈ എ സ്ക്വയർ എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാലോ 6 മൈനസ് ഇത് വരുന്നത് 9/4 എന്ന് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കണേ. അപ്പോൾ ഇത് വരുന്നത് 24 - 9/4 എന്ന് വരും. 15/4 എന്നാണ് അവിടെ എനിക്ക് കിട്ടുന്നത്. 15/4. ഈ വാല്യൂസ് ഒക്കെ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ആൻസർ അതിനകത്തുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ലെങ്ത് എത്രയാണ് വരുന്നത് നോക്കിയാൽ ലെങ്ത് വരുന്നത് ഡയറക്റ്റ് ഫോർമുല ആയിരുന്നല്ലോ. പിന്നെ ഞാനിങ്ങനെ എഴുതുമ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വരുന്നുണ്ട്, ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. അത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തേക്കണം. ഇവിടെ വരുന്നത് ഇനി വരുന്നത് √1 + m സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു √2 വരുന്നുണ്ട്. ഇത് വരാൻ പോകുന്ന √15/4 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കിട്ടുന്നത്. ഇത് 4 × 2/6 ഇവിടെ ഒരു 2 വരുന്നുണ്ട്, ഒരു √15 കൂടി വരുന്നുണ്ട്. എത്രയൊക്കെയാണോ ഇത് വരാൻ പോകുന്നത്? 2ഉം 2ഉം 4 ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ ഇത് 2/3 5 × 3 എന്ന് കൂടി വരുന്നുണ്ട്. 2 ഇനി മാച്ച് ചെയ്ത് നോക്കുന്നതാണ് കുറേ കൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. 2/3 ഉണ്ട്. 2/3 × √15
ഇത് ഇവിടെ തന്നെ കിട്ടിയായിരുന്നു 2/3 ഇൻറ്റു √50. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. കാൽക്കുലേഷൻ ഒന്നുകൂടി നിങ്ങൾ നോക്കണം. ഞാൻ ഓഫ് ഹാൻഡ് ആയിട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ലെങ്ത് ഓഫ് ദി കോഡിന് ഒരു റെഡിമെയ്ഡ് ഫോർമുലയുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഈ ലെങ്ത് ഓഫ് ദി കോഡ് വിത്ത് മിഡ് പോയിന്റ് ഒരുപാട് പേപ്പറിനകത്ത് ചോദിച്ചു കഴിഞ്ഞവർ. അപ്പോൾ ആ ഫോർമുല പഠിക്കുന്നതാണ് കുറേ കൂടി ബെറ്റർ. കോഡ് വിത്ത് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. t=s1 ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആൻസർ വരുന്നുണ്ട് m-1 ആണ്, c 3/2 ആണ്. എല്ലാ വാല്യൂസും ഉണ്ട്. ആ ഓരോ വാല്യൂം 2ab കണ്ടുപിടിച്ചു, a² m² + b² കണ്ടുപിടിച്ചു, 1 + m² കണ്ടുപിടിച്ചു. ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു. അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ വരുന്നുണ്ട് 2/3 √50. ഇതായിരുന്നു 15th പ്രോബ്ലം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 3/3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഞാൻ ഈ രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. x, y, z, a, b, c, l, m, n ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. a 2 3. അപ്പോൾ ഈ c ആണ് നമുക്കിവിടെ കാൽക്കുലേഷൻ ചെയ്തെടുക്കേണ്ടത്. c എത്രയാണെന്നാണ് അവർ ചോദിക്കുന്നത്. സിയുടെ വാല്യൂ എത്രയാണ്? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കേണ്ടി വരും. ഇത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, പക്ഷേ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത്രയേ ഉള്ളൂ. എ ബി സി എൽ എം എൻ വളരെ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് ചെയ്യുവാണെങ്കിൽ അതും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. 0 1 0 = 0 0 1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് വെച്ചാൽ ഈ വൈയുടെ വാല്യൂ, മിഡിലെ വാല്യൂ കിട്ടത്തുള്ളൂ. y 0 വരുന്നുണ്ട് അല്ലേ? ഇത് മിഡിലെ വാല്യൂലേ വരത്തുള്ളൂ. ബിൻ്റെ വാല്യൂ 0 വരുന്നുള്ളൂ. അടുത്ത മിഡിലെ വാല്യൂ m ആണ്. എമ്മിൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്. ഇതാണ് ഒന്നാമതായിട്ട് നമുക്ക് കിട്ടിയത്. സി എത്രയാണെന്നാണ് അവർ ചോദിക്കുന്നത്. ഇതാണ് ഫസ്റ്റിൻ്റെ. ഇനി അടുത്ത് എ എത്രയാണ് അവർ തന്നിരിക്കണമെന്ന് നോക്കിയാൽ എ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് x, y, z, a b c, l m n. സി കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പരിപാടി നിർത്താൻ പറ്റും. ഇവിടെ വരുന്നത് 4 1 3 ആണ് തന്നിരിക്കണ്ടോ, കോംപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. 0 1 0 തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 4x + y + 3z എന്ന് പറയുന്നതാണ് 0 വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ y 0 ആയതുകൊണ്ട് 4x + 3z എന്ന് പറയുന്നത് 0 എഴുതാൻ പറ്റും. അടുത്ത് വരുന്നത് 4a + b + 3c എന്ന് പറയുന്ന, അപ്പോൾ b 0 ആണല്ലോ. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ തന്നെ y 0 ആണ്. പിന്നെ എന്തിനാണോ ഇതിവിടെ എഴുതുന്നത്? ഇവിടെ 0 എന്ന് എഴുതിയാൽ മതിയല്ലോ. ഇതിവിടെ 0 എന്ന് എഴുതാം. പിന്നെ ഈ b 0 ആണ്. m എത്രയാണ്? 1 ആണ്. ഇങ്ങനെ വേണമെങ്കിൽ നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും. അതാണ് കുറേ കൂടി ബെറ്റർ. 4x + 3zൻ്റെ വാല്യൂ 0 ആയിരിക്കും. 4a + 3cൻ്റെ വാല്യൂ 1 ആയിരിക്കും. 4l + 1 + 3nൻ്റെ വാല്യൂ 0 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു. അടുത്തത് ഇവിടെ പറയുന്നത്, ഇതിന് എന്തെങ്കിലും നമുക്ക് കിട്ടിയതായിട്ട് തോന്നണില്ല കണ്ടിട്ട്. 4n + 3n - 1. സിയുടെ വാല്യൂ എങ്ങനെയെങ്കിലും കാൽക്കുലേഷൻ ചെയ്യണം. അടുത്ത ഒരിക്കൽ കൂടി x 0 z, a 0 c, l 1 n, 2 1 2. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വളരെ ചെയ്തു പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സി മതിയല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. 2a + 2c അതെനിക്ക് 0 ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട് 4a + 3c 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 4a + 4c എന്ന് പറയുന്നത് 0 ആണല്ലോ. അപ്പോൾ സിൻ്റെ വാല്യൂ വരുന്നത് -1 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇവിടെ സിൻ്റെ വാല്യൂ -1 എന്നും പറഞ്ഞ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങളത് ഒന്ന് വെരിഫൈ ചെയ്തേക്കണം. കാൽക്കുലേഷൻ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. അപ്പോൾ വൈയും ബിയും എമ്മും 1 ആണെന്ന് ഇട്ട് കൊടുത്തിട്ടാണ് അത് ചെയ്തത്. നമുക്ക് ആ സി മതിയായിരുന്നു. സി ആണ് അവർ ചോദിച്ചത്. ഇതായിരുന്നു നമ്മളുടെ 16th പ്രോബ്ലം. 17th ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. 17 എന്താണ് ഈ പറയുന്നത്? z × z⁻1 എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 1/z⁻ എത്രയായിട്ട് എഴുതാൻ പറ്റും? z ആയിട്ട് എഴുതാം അല്ലേ? 1/z⁻. അപ്പോൾ ഇത് 1/z-നെയും നമുക്ക് മാറ്റി എഴുതാം, z⁻ എന്ന് എഴുതാം. അപ്പോൾ ഇതെങ്ങനെ മാറും? ഇത് 1/z, ഇത് z² + z⁻ സ്ക്വയർ. ഇതാണ് 1 തന്നിരിക്കുന്നത്.
ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈയുടെ സ്ക്വയർ ആണല്ലോ, ഇത് എക്സ് മൈനസ് ഐ വൈയുടെ സ്ക്വയർ ആണ്. ഇതാണ് 1 വരുന്നത്. വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് വരുന്നത് 2 ടൈംസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് ഈ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം വരുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരണം? 1/2 വരണം. ഇത് രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം സർക്കിൾ ആണല്ലോ അവർ തന്നിരുന്നത്, യൂണിറ്റ് സർക്കിൾ. ഇതെന്താണെന്ന് നമുക്കറിയാലോ, ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് കിട്ടുന്നുണ്ട്? 4 എണ്ണം വരുന്നുണ്ട്. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, മോഡുലസ് ആയതുകൊണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഇവിടെ 4 കിട്ടുന്നുണ്ട്. അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 1/2 ആണല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് വരുന്നത് കോൺജുഗേറ്റ് ഹൈപ്പർബോള. അപ്പോൾ ഈ രീതിയിൽ ഇവിടെയും 4 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ 8 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 8 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. വളരെ ഈസി ആയിട്ടുള്ള ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇത് എഴുതുമ്പോൾ തന്നെ ആ മൈനസും കൂടി വരുമ്പോൾ 4, 4, 8 എന്ന് പറയാൻ പറ്റും. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിട്ട് തോന്നുന്നുണ്ട്. 17th പ്രോബ്ലം. ക്വസ്റ്റൻ നമ്പർ 18. സ്ക്വയർ ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇത് പാരലൽ അല്ല, നോൺ പാരലൽ ലൈൻസ്, സ്ക്യൂ ലൈൻസിൻ്റെ കേസ് ആയിരിക്കും. അപ്പോൾ സ്ക്യൂ ലൈൻസിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ് തന്നിരിക്കുന്നത്? 2, 1, -3. അടുത്ത് വരുന്നത് 2, 1, -3. അടുത്തത് -1, -3, -5. എ ബി വെക്ടർ എത്രയായിരിക്കും? -3, -4, -2. ഇതാണല്ലോ എ ബി. ഒന്നാമത്തെ ലൈൻ്റെ പാരലൽ വെക്ടർ ഡയറക്ഷൻ റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം, 1, 2, -3. ഡയറക്റ്റ് ഫോർമുല ക്വസ്റ്റ്യൻ. ഒന്നാമത്തത്. രണ്ടാമത്തതിൻ്റെ എത്രയാണ് വരുന്നത്? ഡയറക്ഷൻ റേഷ്യോ 2, 4, -5 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്താണ്. നിങ്ങൾ നോക്കിയാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ എ ബിയുടെ ഇത് 3ൻ്റെയും ബോക്സ് പ്രോഡക്റ്റ് താഴത്ത് വരുന്നത് ഇങ്ങനെയാണല്ലോ. ഇതിൻ്റെ ഫുൾ മാഗ്നിറ്റ്യൂഡ് എടുക്കണമെന്നാണ് നിയമം. അപ്പോൾ നമുക്ക് ഈ B1 ക്രോസ് B2 കണ്ടുപിടിക്കണം. B1 ക്രോസ് B2 എന്താണെന്ന് നമ്മൾ നോക്കുന്നു. B1 ക്രോസ് B2. അപ്പോൾ B1 എത്രയാണ് എഴുതിയിരിക്കുന്നത്? 1, 2, -3. 1, 2, -3. ഈ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. 2, 4, -5. 2, 4, -5. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10 + 12 എന്ന് വരുന്നുണ്ട്. ഇതാകുമ്പോൾ -6 + 5 എന്ന് വരുന്നുണ്ട്. ഇവിടെ വരാൻ പോകുന്നത് 4, -4, 0. ചുരുക്കം പറഞ്ഞാൽ ഇത് 2, -1, 0 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. 2, -1, 0 എന്നാണ് അതിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനകത്ത് ഇട്ട് കൊടുക്കാമല്ലോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ് വരാൻ പോകുന്നത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരാൻ പറയുന്നത് ഇതും ഈ എ ബി ആയിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് എഴുതണം. അപ്പോൾ ഇത് -6 + 4 ഡിവൈഡിങ് ബൈ മോഡുലസ് ഉള്ള കാര്യം നിങ്ങൾ ഓർത്തേക്കണേ. ഇവിടെ വരുന്ന 4 + 1 2/√5 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. നോക്കട്ടെ ഏതെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ? 2/√5. അതിൻ്റെ സ്ക്വയർ എഴുതാനാണ് അവർ പറയുന്നത് കേട്ടോ. സ്ക്വയർ 4 + 1 5 വരുന്നുണ്ട്. ഇത് വരുന്നത് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോഴേ -6 2 -1 4. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് അവർ ചോദിക്കുന്നത്. അത് m/n ആണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. സ്ക്വയർ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സ്ക്വയർ എടുക്കുമ്പോൾ ഇത് വരുന്നത് ഇത് 4/5 എന്നാണല്ലോ. ഇതാണ് m/n എന്നും പറഞ്ഞ് അവർ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് m+n എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ m+n വരുന്നത് 9 ആയിരിക്കുമല്ലോ. അപ്പോൾ ആൻസർ മാച്ചിങ് ആണ്. m+n 9. ആൻസർ നിങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇത് വരുന്നത് 9 എന്ന ആൻസർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഫോർമുലയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കൊരു ഡിഫിക്കൽട്ടി ഇല്ല. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയിലെയും ഫോർമുല പഠിക്കുന്ന പോലെ തന്നെ മാത്സിലെയും ഫോർമുല പഠിക്കുകയാണെങ്കിൽ കുറച്ച് എഴുതാനുണ്ടെന്നുള്ളൊരു പ്രത്യേകത ഉണ്ടെങ്കിൽ തന്നെയും ബൈ ചാൻസ് ഒരു 10-12 ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോബ്ലം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, കിങ്സ് റൂൾ ആണല്ലോ. ഡെഫിനിറ്റ് ഇൻ്റഗ്രേഷൻ കിങ്സ് റൂൾ എന്നും പറഞ്ഞ് ഐയുടെ വാല്യൂ നോക്കി തന്നെ പറയാൻ പറ്റും. π/4 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ LHSനകത്ത്
ഇവരെത്രയാണ് കൊടുക്കുന്നത്? ഇത് 0 to 2a എന്ന് പറഞ്ഞാൽ π/2 വരുന്നുള്ളൂ. എക്സ് സൈൻ എക്സ് കോസ് എക്സ് ഇവരിങ്ങനെ എഴുതിയാലോ, c⁴ അല്ലെങ്കിൽ sin⁴ പ്ലസ് c⁴ dx. ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഇതിന് വേണമെങ്കിൽ ഞാൻ ജെ എന്ന് വേണമെങ്കിൽ പേര് പറയാം, ജെ. ഇവിടെയും കിങ്സ് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ എഗെയിൻ ജെ എഴുതാമല്ലോ. 0 to π/2 ഇവിടെ എല്ലാം വരുന്നത് π/2 മൈനസ് എക്സ്. ഇത് സി വരും, അത് എസ് വരും. എസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സൈനും സി കോസുമാണ്. ഇത് s⁴ പ്ലസ് c⁴ dx. അപ്പോൾ ഇത് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ 2jൻ്റെ വാല്യൂ വരാൻ പോകുന്നത് π/2 ഇൻറ്റു 0 to π/2 cs dx ഡിവൈഡിങ് ബൈ s⁴ പ്ലസ് c⁴ എന്ന് പറയും. അപ്പോൾ ഇതാണ് 2jൻ്റെ വാല്യൂ കിട്ടുന്നത്. 2jയുടെ വാല്യൂ നമ്മൾ ആ രീതിയിൽ എഴുതി വയ്ക്കുന്നുണ്ട്. 2jയുടെ വാല്യൂ ആണ് എഴുതിയത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് ഈവൻ പവർ ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആയതുകൊണ്ട് ടാനിലേക്ക് മാറ്റണമെന്നും പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ജെയുടെ വാല്യൂ വരാൻ പോകുന്നത് ഇവിടെ π/4. ഇത് ഞാൻ cos⁴ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് ടാൻ എക്സ് വരുന്നുണ്ട്, sec²x dx വരുന്നുണ്ട്. ഇവിടെ വരാൻ പോകുന്ന ടാൻ എക്സിൻ്റെ സ്ക്വയർ വരുന്നുണ്ട്, പ്ലസ് 1 വരുന്നുണ്ട്. ടാൻ എക്സിൻ്റെ പവർ 4 ആണ് കേട്ടോ. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോകുന്നത് ടാൻ എക്സിന് ടി അല്ലെങ്കിൽ ടാൻ²x ടി എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 tan x ഇൻറ്റു sec²x dx എന്ന് പറയുന്ന dt വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ് ആണ് 0 മുതൽ π/2 വരെയാണ് മൂവ് ചെയ്യുന്നത്. π/2 ആണ്. അപ്പോൾ ടിയുടെ മൂവ്മെൻറ്റ് 0 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും. അപ്പോൾ ഈ ജെയുടെ വാല്യൂ വരാൻ പോകുന്ന π/4 ഇൻറ്റു, നല്ലൊരു ക്വസ്റ്റൻ ആയിട്ട് തോന്നുന്നുണ്ട്, 0 to ഇൻഫിനിറ്റി 1/2 dt ഡിവൈഡിങ് ബൈ t² പ്ലസ് 1 വരുന്നുണ്ട്. അപ്പോൾ ഇത് π/8 ആയിട്ട് മാറും. ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടി ആണല്ലോ. ആദ്യം ഇൻഫിനിറ്റിയും പിന്നെ 0 ഇടണം. അപ്പോൾ ഇത് വരാൻ പോകുന്ന π²/16 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. π²/16 ആദ്യം തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. π²/16 എന്നാണ് ആൻസർ നമുക്കിവിടെ കിട്ടുന്നത്. വളരെ ഈസി ആണെങ്കിൽ കൂടി ആ കിങ്സ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ആ ഇൻ്റഗ്രേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. നോക്കി ആൻസർ പറയാൻ പറ്റും. ഇവിടെ ആ കിങ്സ് റൂൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ എക്സും ആഡ് ചെയ്യുമ്പോഴേ 2j കണ്ടുപിടിക്കുമ്പോൾ ഈ എക്സ് സൈൻ എക്സ് കോസ് എക്സ് ക്യാൻസൽ ആവും. ഞാൻ സൈൻ എക്സിന് സി എസ് എന്നും കോസ് എക്സിന് സി എന്ന് എഴുതുവാണെങ്കിലേ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമല്ലോ. ഇതായിരുന്നു ആ 19th പ്രോബ്ലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. 19th ക്വസ്റ്റ്യൻ. 20th പോവുകയാണേ. എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഡോമിനേറ്റിംഗ് പവർ എഴുതിയാൽ മതിയല്ലോ. ഡോമിനേറ്റിംഗ് പവർ വരുന്ന ഏതാണ്? 2x² ആണ്. ബാക്കിയുള്ള എഴുതണമെന്നില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും പവർ സെയിം ആണ്, x/2 ആണ് രണ്ടിൻ്റെയും. അപ്പോൾ ഇത് 3x - 1 ഡിവൈഡിങ് ബൈ 3x + 2 റേസ് ടു x/2 എന്നാണ് വരുന്നത്. എക്സ് ഇൻഫിനിറ്റി ആണല്ലോ. അപ്പോൾ ഡോമിനേറ്റിംഗ് പവർ എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെയും ഡോമിനേറ്റിംഗ് പവർ എഴുതുമ്പോൾ 1 പവർ ഇൻഫിനിറ്റി ആണ് ഇത് വരുന്നത്. 1 പവർ ഇൻഫിനിറ്റി. അപ്പോൾ ഇത് എത്രയാണ് ഇത് വരുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് 2/3 ഇൻറ്റു 1 പവർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ e⁻k എന്നായിരിക്കുമല്ലോ ആൻസർ വരുന്നത്. കെയുടെ വാല്യൂ വരാൻ പോകുന്നത് ഈ 3x - 1/3x + 2 - 1 എന്ന് എഴുതേണ്ടി വരും. ഇൻറ്റു x/2 ആണ് എഴുതുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ -3x ക്യാൻസലായി. അപ്പോൾ -3x/2 ഇൻറ്റു 3x + 2 ആണ്. ഡോമിനേറ്റിംഗ് പവർ എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇത് -1/2 എന്ന് വരും. അപ്പോൾ ഇത് വരുന്നത് 2/3 ഇൻറ്റു e⁻1/2 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. 2/3 ഇൻറ്റു e⁻1/2. 2/3 ഇൻറ്റു e⁻1/2. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ 4th പാർട്ടാണ് എനിക്ക് മാച്ചിങ് ആയിട്ട് വരുന്നത്. നിങ്ങളും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇൻഫിനിറ്റി വരുമ്പോൾ ഡോമിനേറ്റിംഗ് പവർ മാത്രം എഴുതിയാൽ മതിയാവും. ഇത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനേറ്റിംഗ് പവർ എഴുതുമ്പോൾ 3x/3x 1 ആണല്ലോ പവർ ഇൻഫിനിറ്റി. അപ്പോൾ 1 പവർ ഇൻഫിനിറ്റി നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കണം. e⁻k എന്ന ആൻസർ വരും. ഇത് വരുന്നത് fx - 1 ഇൻറ്റു gx എന്ന് പറഞ്ഞാൽ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ രീതിയിൽ ആൻസർ നമുക്ക് അവിടെ കിട്ടുന്നത്. 21st മൂവ് ചെയ്യാം. 5 ബോയ്സ് B1 B2 B3 B4 B5 5 ബോയ്സ് ഉണ്ട്. 4 ഗേൾസ് G1 G2 G3 ബോയ്സ് എല്ലാം ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ബോയ്സ് സിറ്റ് ടുഗദർ. ബോയ്സ് സിറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഇവരഞ്ചും. അപ്പോൾ ഇത് വരുന്ന 5 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ആണ്. ഇവരെ സിംഗിളായിട്ട് കാണുവാണ് കേട്ടോ. ഇതിനെ സിംഗിളായിട്ട് കാണുന്ന കേസാണല്ലോ. 5 ഫാക്ടോറിയൽ, ഇത് 1 2 4, ഇത് 1. പിന്നെ ഇവരുടെ 5ൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ആ 5 ഫാക്ടോറിയൽ. ഓൾ ബോയ്സ് സിറ്റ് ടുഗദർ, അതാണ് അവർ പറയുന്നത്. എല്ലാ ബോയ്സും ഒരുമിച്ചിരിക്കുക, അല്ലെങ്കിൽ നോ ബോയ്സ് സിറ്റ് ടുഗദർ. നോ ടു ബോയ്സ് സിറ്റ് ടുഗദർ എന്നാണ്. നോ ടു ബോയ്സ് സിറ്റ് ടുഗദർ. അതായത് ബോയ്സിനെ ഈ ഗേൾസിൻ്റെ ഇതിങ്ങനെ ഗ്യാപ്പ് മെത്തേഡ് എന്നാണല്ലോ ഇതിന് പറയുന്നത്. G1 G2 G3 G4. ഈ ഗ്യാപ്പിൽ നമ്മൾ ബോയ്സിനെ ഫില്ല് ചെയ്യുന്ന കേസ്. നോ ടു ബോയ്സ് ടുഗദർ. നോ ടു ബോയ്സ് ടുഗദർ. അപ്പോൾ ഇവിടെയാണ് ഇരുത്തേണ്ടത്. 5 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. അപ്പോൾ ഒരെണ്ണം വരുന്നത് 5 ഫാക്ടോറിയൽ. ഇതിൻ്റെ ഐദർ ഓർ ആയതുകൊണ്ട് ഇതിന് രണ്ടിൻ്റെ സം. ഇതുണ്ട്, എന്ത് പെർമുട്ടേഷൻ കോമ്പിനേഷനിൽ ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 5 ഫാക്ടോറിയൽ കോമൺ ആണല്ലോ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 120 ആണ്. ഇത് വരാൻ പോകുന്നത് 120 പ്ലസ് 4 ഫാക്ടോറിയൽ 26. 120 ഇൻറ്റു 6 146. അപ്പോൾ ഈ രീതിയിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കൊണ്ട് എഴുതേണ്ടി വരും. 146 ഇൻറ്റു 120. ഇവിടെ വരുന്നത് 12 വരുന്നുണ്ട്. 1892. അടുത്തത് 146 205 17520 എന്നുള്ള രീതിയിലാണ് എനിക്കത് കിട്ടിയത്. ഈ കാൽക്കുലേഷൻ ഒരു ഭയങ്കര തലവേദന പിടിച്ചൊരു സംഭവമാണ്. ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഒന്ന് ചെയ്തേക്കാം. 5 ഫാക്ടോറിയൽ 120 ആണല്ലോ. ഇവിടെ വേണമെങ്കിൽ 4 ഫാക്ടോറിയൽ 24 ഞാൻ പുറത്തേക്ക് എടുത്തു. ഇവിടെ 5 + 1 വരുന്നുള്ളൂ. അപ്പോൾ 120 ഇൻറ്റു ഇത് 12 ആണ്, ഇൻറ്റു 2 ഇതും 6 ആണ്. അപ്പോൾ 12 ക്യൂബ് ഇൻറ്റു 10 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. 12ൻ്റെ ക്യൂബ് നോക്കണം. അതായത് 144 ഇൻറ്റു 12 നോക്കണം. 8 8 2 ഒന്നുകൊണ്ടാകുമ്പോൾ 144. എത്ര വരുമാവോ? 8 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്. 17280 എന്നാണ് എനിക്ക് കിട്ടുന്നത്. 17280. കാൽക്കുലേഷൻ നമ്മൾ എത്ര കിടിലമായിട്ട് ചെയ്തു വെച്ചാലും ഈ കാൽക്കുലേഷനിൽ ഈ മൾട്ടിപ്ലിക്കേഷനും അഡീഷനൊക്കെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് തീർന്നു പരിപാടി. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതായിരുന്നു 21st പ്രോബ്ലം. 22nd മൂവ് ചെയ്യാം. ഓക്കെ, ഇതൊരു നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇത് x² - ax - b ഡയറക്റ്റ് ഫോർമുല. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതാം. ആൽഫ ബീറ്റ റൂട്ടാണല്ലോ. α² - a ആൽഫ - b = 0. അല്ലെങ്കിൽ α⁻n n തന്നിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. a × α⁻n - 1 ബൈ b × α⁻n - 2 ഇത് 0 വരും. അപ്പോൾ ഇതെല്ലാം ആ ന്യൂട്ടൺസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അറിയാം ഇത്. അപ്പോൾ ഇത് വരുന്നത് α⁻n വാല്യൂ a × α⁻n - 1 പ്ലസ് b × α⁻n - 2 എന്ന് വരും. ഇതുപോലെ തന്നെ β⁻n എഴുതാമല്ലോ. a × β⁻n - 1 b × β⁻n - 2. ഇതിനെ ഡിഫറൻസ് എഴുതുക അല്ലേ? ഇതിൻ്റെ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിന് പറയുന്ന പേര് Pn. ഇതിന് പറയുന്ന പേര് a × Pn - 1 എന്ന് പറയും. ഇത് b × Pn - 2. കുറേ വാല്യൂസ് ഒക്കെ ഇവർ തന്നിട്ടുണ്ട്. P3 P4 P5. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ n-ന് 5 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ P5 എന്ന് പറയുന്നത് AP4 + BP3 എന്ന് എഴുതാം. അപ്പോൾ P5 എത്രയാണ് വരുന്നത്? P5 ആ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കണം. 11√7 i ഉണ്ട്. ഇവിടെ വരാൻ പോകുന്നത് P4-നകത്ത് വരുന്ന എത്രയാണെന്ന് നോക്കിയേക്കണം. a × -3√7i b × P3-യിൽ വരുന്ന എത്രയാണ്? -5√7i എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ √7 ഒക്കെ ക്യാൻസൽ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് നിങ്ങൾ നോക്കിക്കേ, 11 ഈക്വൽ ടു -3a -5b എന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. 11 ഈക്വൽ ടു -3a, √7 ക്യാൻസൽ ആവുന്നുണ്ട്. ഇമാജിനറി വാല്യൂ നോക്കിയപ്പോഴാണ് ഈ രീതിയിൽ എഴുതിയത്. അടുത്ത ഇതുപോലെ തന്നെ P6ൻ്റെ വാല്യൂ, P6ൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AP5 പ്ലസ് BP4 എന്ന് എഴുതാൻ പറ്റും. ഇതിൻ്റെ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്, P6 ഒക്കെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നോക്കി പറഞ്ഞാൽ മതിയാവും. ആ √7 ക്യാൻസൽ ആവുകയാണല്ലോ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 45 വരുന്നുള്ളൂ. എയുടെ കൂടെ വരാൻ പോകുന്നത് P5 എഴുതുമ്പോൾ ഇവിടെ 11 വരുന്നുണ്ട്. P4ൻ്റെ കൂടെ വന്ന എത്രയായിരുന്നു? -3 ആയിരുന്നു. അപ്പോൾ -3b ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 45 ഈക്വൽ ടു 11a -3b എന്ന് വരുന്നുണ്ട്. അടുത്തത് ഇത് നമുക്കിവിടെ 5bയും 3a ഒക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഈ രീതിയിൽ എഴുതാം. 3aയുടെ വാല്യൂ വരാൻ പോകുന്നത്, ഇതൊന്ന് സോൾവ് ചെയ്യേണ്ടി വരും. 45 11a. അപ്പം ഞാനിവിടെ ഏതെങ്കിലും ഒരു വാല്യൂ, ഇപ്പോൾ 3aയുടെ വാല്യൂ എത്രയായിരിക്കും വരാൻ പോകുന്നത്? 3aയുടെ വാല്യൂ വരാൻ പോകുന്നത് -5b -11 എന്നാണല്ലോ. അതിവിടെ ഇട്ട് കൊടുക്കാം. 45 11 ഇൻറ്റു ഇത് വരുന്നത് -5b -11/3 എന്ന് വരും. -3b വരുന്നുണ്ട്. അപ്പോൾ ഇത് 45 ഈക്വൽ ടു 11 ഇൻറ്റു -5b -11 -9b ഹോൾ ഡിവൈഡിങ് ബൈ 3 എന്ന് വരും. എയും ബിയും ഒക്കെ കാൽക്കുലേഷൻ ചെയ്തെടുക്കണമല്ലോ. കാരണം എന്താണ്? ഇതിൻ്റെ റൂട്ടാണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ഈ ആൽഫ പ്ലസ് ബീറ്റയാണ് എയുടെ വാല്യൂ, ആൽഫ ഇൻറ്റു ബീറ്റയാണ് ഈ -bയുടെ വാല്യൂ. എന്നാലല്ലേ ഇത് കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഇൻറ്റു 3 -55 ഇൻറ്റു ബി. ഇവിടെ ഗുണിക്കുമ്പോൾ ഇവിടെ വരുന്ന -121 -9b. ഇത്രയുമാണ് എനിക്കിവിടെ കിട്ടുന്നത്. 45 ഇൻറ്റു 3 നോക്കിക്കോളൂ എത്ര വരുന്നുണ്ട്? -9 കൊടുക്കുമ്പോൾ ഇവിടെ 64 എന്ന് വരുന്നുണ്ട്. -64b -121. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ അതിനെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്തെടുക്കണം. ഡിറ്റർമിനന്റ് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാമായിരുന്നു. എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തെടുത്തേ പറ്റുള്ളൂ. 9 ഇൻറ്റു 5 അല്ലെങ്കിൽ 45 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടിട്ട് ഇവിടെ പറ്റുന്നില്ല. 13 121 ആഡ് ചെയ്യുന്നു. 6 വരുന്നുണ്ട്. 256 വരുന്നുണ്ട്. -64b എന്ന് വരുന്നുണ്ട്. 4 കൊണ്ട് ഗുണിക്കുമ്പം 64 24. അപ്പം ബിയുടെ വാല്യൂ -4 എന്ന് വരുന്നുണ്ട്. ബി -4 ആണെങ്കിൽ 3aയുടെ വാല്യൂ വരാൻ പോകുന്നത് -4 ആയതുകൊണ്ട് 20 -11 എന്ന് വരുന്നുണ്ട്. അതായത് 3a ഈക്വൽ ടു 9 എന്നാണ് വരുന്നത്. എയുടെ വാല്യൂ 3 ആണ്. എയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ എയുടെ വാല്യൂ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ വരുന്നത്, ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 3, ഇത് 4ഉം വരുന്നുണ്ട്. ഇവർ ചോദിച്ചിരിക്കുന്നത് ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4 ആണ് അവർ ചോദിക്കുന്നത്. ഇത് നമുക്കറിയാം. ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ -2 ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ആണല്ലോ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ, അതായത് 9 - 2 അല്ലേ? ഇവിടെ നമ്മൾ എങ്ങനെ എഴുതണം? ഇതിനെ എഴുതേണ്ടത് ആൽഫ പ്ലസ് ബീറ്റ ദി ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ ദി ഹോൾ സ്ക്വയർ -2 ഇൻറ്റു ആൽഫ ബീറ്റൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 16 വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് 9ഉം ഇത് വരുന്നത് 8ഉമാണ്. സ്ക്വയർ -32 എന്ന് വരുന്നുണ്ട്. -32. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 - 32 വരുന്നുണ്ട്. അതിൻ്റെ മോഡുലസ് എടുത്താൽ മതി. 1 - 32. അപ്പോൾ 31 എന്നായിരിക്കണം ഇതിൻ്റെ ആൻസർ വരേണ്ടത്. ആ കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ വീണ്ടും വരുത്തിയിട്ടുണ്ട്.
എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരുന്ന 9 ആണല്ലോ, ആൽഫ ബീറ്റ ഉണ്ടല്ലോ -4 ആണ്. അപ്പോൾ അത് വരുന്നത് +8 വരുമെന്ന് തോന്നണം. നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാണ്. ആൽഫ ബീറ്റ -b ആണ്, b ആണ് -4. അപ്പോൾ അത് 4 തന്നെയാണ് വന്നിരിക്കുന്നത്, കുഴപ്പമില്ല. 8 -32. അപ്പോൾ ആ ആൻസർ ഒന്ന് നോക്കിയേക്കണേ നിങ്ങൾ. അപ്പോൾ ഇത് വരുന്നത് 1 -31ൻ്റെ മോഡുലസ് എടുക്കണം അതിൻ്റെ. അപ്പോൾ ആൻസർ വരാൻ പോകുന്നത് ഇവിടെ 31 ആണ്. അതൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം. ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ -b ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കവിടെ ആൽഫയും ബീറ്റയും ഒക്കെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതായിരുന്നു 22nd പ്രോബ്ലം. എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കണം. ആ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ കറക്റ്റായിട്ട്. കാൽക്കുലേഷൻ പാർട്ട് ഒന്നുകൂടി നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയേക്കണം. 23rd ക്വസ്റ്റിനിലേക്ക് പോകാം. അവർ പറയുന്ന ഫോക്കസ്, ഇതിൻ്റെ ഫോക്കസ് ആണ് അവർ ചോദിക്കുന്നത്. y² = 4 × x + 4 ആണ്. അതായത് y² = 4 × X. ഫോക്കസ് വരുന്നത് എത്രയാണ്? X = A, y = 0 ഫോക്കസ് വരുന്നത്. അതായത് X എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? x + 4 എന്ന് പറയുന്ന 1, y = 0. ഫോക്കസ് വരുന്നത് -3,0 ആണ് ഇതിൻ്റെ ഫോക്കസ്. ഫോക്കസ് ഓഫ്, അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ അവർ പറയുന്നത് -3,0 ആണ്. റേഡിയസ് അവർ കൊടുക്കുന്നുണ്ട്. റേഡിയസ് അവർ പറയുന്ന 5 ആണ്. ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് എന്താണ്? ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ x + 3 ² x + 3 ² + y² = 25 ആണല്ലോ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് ആ സർക്കിൾ. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നോക്കിയാലും മതിയല്ലോ അല്ലേ? അപ്പോൾ ഇത് സർക്കിൾ പാസ് ചെയ്യുന്നത് ഈ ലൈൻ്റെ ഇൻ്റർസെക്ഷനിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ ഞാനിപ്പോൾ y = 3x എന്ന് ഇട്ടെന്ന് കൊടുത്ത് വിചാരിക്കുക. y = 3x ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും ആൻസർ വരാൻ പോകുന്നത്? y = 3x എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ വരുമല്ലോ ഇതുമായിട്ടും. x² വരുന്നുണ്ട്, 6x + 9 വരുന്നുണ്ട്, 9x² വരുന്നുണ്ട്, = 25 ആണ്. അപ്പോൾ 10x² + 6x = 25 എന്ന് വരും. ഇത് നെക്സ്റ്റ് കാൽക്കുലേഷൻ ചെയ്തെടുക്കണം. 10x² + 6x, ഇവിടെ ഒരു 9 കൂടി ഉള്ളത് കൊണ്ടേ ഈ 9 ഇതുമായിട്ട് ക്യാൻസൽ ആയിട്ട് 16 വരുമല്ലോ. അപ്പോൾ ഇത് വരുന്നത് 5x² + 3x, 5x² + 3x - 8 = 0. നോക്കിയാൽ തന്നെ പറയാം x - 1, x = 1 സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഇവിടെ വരുന്നത് 5x + 8 എന്ന് കൂടി വരും. അപ്പോൾ ആ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഏതൊക്കെ വരാം? ഒരെണ്ണം വരുന്നത് 1 വരാം, x 1 എന്ന് വരാം. മറ്റൊരു ലൈനുമായിട്ട് ഇൻ്റർസെക്ഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സർക്കിളിലാണ് ഇൻ്റർസെക്ഷൻ ചെയ്യുന്നത് കേട്ടോ, സർക്കിളിലാണ് അത് ഇൻ്റർസെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ x = 1 വരാം, അല്ലെങ്കിൽ x = -8/5 വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന x + λy4 ആണല്ലോ. അപ്പോൾ ഈ y വാല്യൂയും കൂടി ഒന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. x 1 വരുമ്പോൾ y 3x ആണല്ലോ, അതായത് 3 വരും. ഇനി x -8/5 ആണ് വരുന്നതെങ്കിൽ വൈയുടെ വാല്യൂ വരുന്ന -24/5 വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് നോക്കണം. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 1,3 ആണ് വരുന്നതെങ്കിൽ, 1,3യുടെ കേസിലാണ് വരുന്നതെങ്കിൽ 1 + 3y വാല്യൂ ആയിരിക്കും, 3 ലാംഡയുടെ വാല്യൂ ആയിരിക്കും 4 വരാൻ പോകുന്നത്. അപ്പോൾ 3 λ 3 വരുന്നുണ്ട്, ലാംഡ 1 വരാം, അതൊരു ആൻസറാണ്, ലാംഡ 1 വരാം. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തേക്കണം. ഇനി അടുത്ത ലാംഡ 2, അടുത്ത പോയിന്റ് വരുന്നത് -8/5ഉം അടുത്തത് വൈയുടെ വാല്യൂ -24/5 ലാംഡ എന്ന് പറയുന്നതും 4 വരാം. അപ്പം -8 -24 ലാംഡ എന്ന് പറയുന്നത് 20 വരാം, -24 ലാംഡ എന്ന് പറയുന്നത് 28 വരാം. ലാംഡയുടെ വാല്യൂ വരുന്നത് -28/24 വരാം, 7 4 28. അപ്പം -7/4 വരാം. ഇവിടെ 7/4 അല്ല,
ആ കാൽക്കുലേഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തേക്കണേ. -7/6. അപ്പോൾ ഇവിടെ λ1 λ2 കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ഇത് λ1 എടുത്തേക്കണം, λ2 ഇത് എടുത്തേക്കണം. λ2 ആണല്ലോ കൂടുതൽ. ഈ വാല്യൂ ഒന്ന് കാൽക്കുലേഷൻ ചെയ്തെടുക്കണം. 12 λ1 എത്ര വരും? 12 λ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരാൻ പോകുന്നത്? -14 ആണ് എനിക്ക് കിട്ടുന്നത്. 12 λ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -14 വരുന്നുണ്ട്. അടുത്തത് 29 λ2 എത്ര വരും? 29 λ2 എന്ന് വെച്ചാൽ 29 വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 15 എന്നായിരിക്കും. 23rd ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് 15 എന്ന് വരുന്നുണ്ട്. വളരെ ഈസിയാണ്. ഈ രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ സർക്കിളിലാണ്. ഞാൻ ചെയ്തത് എന്താണ്, ഈ നോൺ ആയിട്ടുള്ള സർക്കിളും നോൺ ആയിട്ടുള്ള ലൈനുമായിട്ടുള്ള ഇൻ്റർസെക്ഷൻ പോയിന്റ് കണ്ടുപിടിച്ചു. ആ പോയിന്റിൽ കൂടിയല്ലേ അതിന് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ രണ്ട് ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ സർക്കിളിലാണ്. ദ സർക്കിൾ ഈസ് പാസിംഗ് ത്രൂ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു ലൈൻസ്. അപ്പോൾ ഈ ഒന്നാമത്തെ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത് സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കൂടി തന്നെ രണ്ടാമത്തെ ലൈനും പാസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ രണ്ട് വാല്യൂ കിട്ടുന്നുണ്ട്. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു സർക്കിളിലെ. പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഫോക്കസ് കണ്ടുപിടിക്കാനൊന്നും അത്ര ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്നില്ല. ഇതായിരുന്നു നമ്മുടെ 23rd പ്രോബ്ലം. വേരിയൻസ് ഓഫ് ദിസ് നമ്പറാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് AP ആണെന്ന് തോന്നുന്നു. 8, 21 എത്ര ആഡ് ചെയ്തിട്ടുണ്ടാവും? 14 ആണ്. 13 ആഡ് ചെയ്തപ്പോഴാണ്. 13 ആഡ് ചെയ്യുമ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ ഇത് AP ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് AP ആണ്. അപ്പോൾ 8 + n-1 ഇൻറ്റു 13 ആണല്ലോ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 13 ആഡ് ചെയ്തിട്ടുണ്ട്. 13 ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഈ 320 വരുന്നത്. അപ്പോൾ n-1 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ 8 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 312 വരുന്നുണ്ട്. 13 ഇൻറ്റു 13 കൊണ്ട് ഡിവൈഡ് ആവുമോ? 4 3 12 52 112 ആണ് വരുന്നത്. അതാണ് തെറ്റിയത്. 112 അല്ല ഇത്. 8 കുറയ്ക്കുമ്പോൾ ഇവിടെ 12 വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നത്. 3112 ആണ് വരുന്നത് അല്ലേ? 3112 ആണ് ഇവിടെ കിട്ടുന്നത്. അതാണ് നമ്മൾക്ക് നോക്കേണ്ടത്. അപ്പോൾ n-1 എത്ര വരുമെന്ന് നോക്കണം. 3112 ഡിവൈഡിങ് ബൈ 13 നിങ്ങൾ നോക്കണം. 3112/13 ഇതൊന്ന് ഡിവൈഡ് ചെയ്യണം. 2 പ്രാവശ്യം വരുന്നുള്ളൂ. അപ്പോൾ 31ൽ നിന്ന് 26 കുറയ്ക്കണം. 6 5 11 52 വരുന്നുണ്ട്. 52 ആണ് വരുന്നത്. 13 ഇൻറ്റു അപ്പോൾ ഇത് 24 വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ചെയ്തേക്കണം. n-1 24 ആണെങ്കിൽ ടോട്ടൽ 25 ടൈംസ് ഉണ്ട്. ഈ രീതിയിലാണ് വരുന്നത്. വേരിയൻസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ടൈമിനോട് കൂടി വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസ് ചേഞ്ച് ചെയ്തില്ല. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാനിവിടെ വേണമെങ്കിൽ ഒന്ന് എഴുതിയേക്കാം. ആഡിങ് ഓർ സബ്ട്രാക്റ്റിംഗ് കോൺസ്റ്റൻസ് ടു ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്നാണല്ലോ ഇതിന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത്. വിൽ നോട്ട് ചേഞ്ച് വേരിയൻസ്. ആ വേരിയൻസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണിത്. കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസിന് വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മൾക്കിവിടെ 8 ആണല്ലോ വന്നിരിക്കുന്നത്. 8ഉം 13 ആയിരുന്നല്ലോ ഇതിനകത്തെ. 13 ആയിരുന്നു. അപ്പോൾ 13 കിട്ടണമെങ്കിൽ എത്ര ആഡ് ചെയ്യേണ്ടി വരും? 8ഉം 6 ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നോക്കിയാൽ 6 ആഡ് ചെയ്യുകയാണ് കേട്ടോ. ആഡിങ് 6 ടു മേക്ക് 8ന് പകരം 13 എന്ന് എഴുതാൻ പറ്റും. 6 ആഡ് ചെയ്യുമ്പോഴാണോ 13 വരുന്നത്? അത് നിങ്ങൾ നോക്കണം. 7 ആണെന്ന് തോന്നുന്നു. 7 ആഡ് ചെയ്താൽ മതി. 5 ആഡ് ചെയ്താൽ മതി. 5 ആഡ് ചെയ്താൽ മതി കേട്ടോ. 5 ആഡ് ചെയ്താൽ മതി. 13 കിട്ടും. അപ്പോൾ അങ്ങനെ 5 ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ അപ്ലൈ ചെയ്യുവാണ്. 5 ആഡ് ചെയ്യുമ്പോൾ ഇത് 13 വരുന്നുണ്ട്. ഇനി അത് 26 വരുന്നുണ്ട്. അടുത്ത 5 ആഡ് ചെയ്യുമ്പോൾ ഇത് 39 വരുന്നുണ്ട്. അടുത്തത് നോക്കിയാൽ എത്രയാണ് വരുന്നത് നോക്കിയാൽ 5 ആഡ് ചെയ്യുമ്പോൾ ഇത് വരുന്നത് 52 ആണ്. ഈ രീതിയിൽ 25 ടൈംസ് ഉണ്ട്.
അപ്പോൾ ഈ 13 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 ഈ രീതിയിലാണ് 25 ടൈംസ് ഉണ്ട്. അപ്പോൾ ഈ വേരിയൻസ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരിയൻസ് തന്നെയായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വേരിയൻസ് ഓഫ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വേരിയൻസ് ഓഫ് 1 2 3 അപ് ടു n സ്ക്വയർ മൈനസ് 1/12 ആണല്ലോ. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ഓർത്തിരുന്നേക്കണം, n സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ വേരിയൻസ് ആണ് നമുക്കിനി കാണേണ്ടത്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് വരുമ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 25 ആണ്. 25 സ്ക്വയർ മൈനസ് 1 ഡിവൈഡിങ് ബൈ 12 വരുന്നുണ്ട്. അപ്പോൾ ഇത് 13 സ്ക്വയർ ഇൻറ്റു 26 ഇൻറ്റു 24/12 എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് 169 ഇൻറ്റു 26 ഇൻറ്റു 2. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് വരും. ഓപ്ഷൻ അവർ തന്നിട്ടില്ല, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് നമ്മൾ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് തരുന്നുള്ളൂ, ഈ AP ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ n കണ്ടുപിടിച്ചു. ഇച്ചിരി കാൽക്കുലേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആഡിങ് ഓർ സബ്ട്രാക്റ്റിംഗ് കോൺസ്റ്റൻറ്റ് ടു ദി ഒബ്സർവേഷൻ നോട്ട് ചേഞ്ചിങ് ദി വേരിയൻസ് ആണ്. അപ്പോൾ 13 ആയിരുന്നല്ലോ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 8നോട് കൂടി എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ 13 26 39 അങ്ങനെ എല്ലാ ടൈമിലും ആഡ് ചെയ്ത് 25 ടൈംസ് ഉണ്ട്. 13 കോമൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈസി ആയിട്ട് 1 2 3 അപ് ടു n ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഗുണിച്ചെടുക്കണം. ഇനി 169 ഇൻറ്റു 26 ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷനാണ് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. 36 41 1 4 6 4 10 9 8 12 13 3 ഇത്രയുമാണ് എനിക്കിവിടെ കിട്ടിയത്. 4 9 3 4 ഇതിൻ്റെ ഇരട്ടി എടുക്കണം. 8 8 6 7 എനിക്ക് ഇത്രയാണ് കിട്ടുന്നത്. 8788. അപ്പോൾ ആ രീതിയിൽ നിങ്ങളതിനെ ഒന്ന് ചെയ്ത് നോക്കിയെടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് കാൽക്കുലേഷനിൽ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും കാൽക്കുലേഷനിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉള്ളൂ. കോൺസെപ്റ്റ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. n-1 എന്നിൻ്റെ വാല്യൂ 25 ആണ്. ആഡിങ് ഓർ സബ്ട്രാക്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഈ ഒരു ഫോർമുല. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുല തന്നെയാണ്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ വേരിയൻസ് വരുന്നത് n സ്ക്വയർ മൈനസ് 1/12 ആണ്. അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 13ൻ്റെ സ്ക്വയർ അവിടെ വന്നിട്ടുണ്ട്. ഈ കോമൺ ആയിട്ടുള്ളത് d ആണെങ്കിൽ d സ്ക്വയർ എഴുതണമെന്നാണ് നിയമം കേട്ടോ. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആക്ച്വലി ഈ AP-യുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് ആ ഫോർമുല പോകുന്നത്. a പ്ലസ് d a പ്ലസ് 2d ഇങ്ങനെ ഈ രീതിയിലാണല്ലോ എഴുതുന്നത്. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ a ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ d ആഡ് ചെയ്താലും മതിയായിരുന്നു. d ആഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ a കുറയ്ക്കുക എല്ലാത്തിൽ നിന്നും. അപ്പോൾ ഇത് വരാൻ പോകുന്ന a കുറയ്ക്കുമ്പോൾ ഇത് 0 വരുന്നുണ്ട്, d വരുന്നുണ്ട്, 2d വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരിയൻസ് സെയിം ആയിരിക്കും. ഇതിൻ്റെ വേരിയൻസ് ഒക്കെ സെയിം ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ വേരിയൻസ് പറയുമ്പോൾ d കോമൺ ആയിട്ട് വന്നില്ലേ, അപ്പോൾ ഇവിടെ d സ്ക്വയർ വരുന്നുണ്ട്. ഇവിടെ ആ ഒരു ഫോർമുലയാണ്. ആ d സ്ക്വയർ കോമൺ ആണ്. ഇനി പിന്നെ 1 2 3 ഇവിടെ വരുന്നത് ഈ AP വരുമ്പോൾ ഈ ഒരു ഫോർമുലയാണ് വരുന്നത്. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ എടുത്ത് ചെയ്തേക്കണം, അല്ലെങ്കിൽ ആഡ് ചെയ്താലും മതിയായിരുന്നു. എങ്ങനെയാണെങ്കിലും ആ രീതിയിൽ ചെയ്തു വെച്ചേക്കണം. ഇതാണ് ആ വേരിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ലാസ്റ്റ് പ്രോബ്ലമാണിത്. ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. റൂട്ട് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആൽഫ എന്ന് പറയുന്നത് a പ്ലസ് 9d ബീറ്റ എന്ന് പറയുന്നത് a പ്ലസ് 10d അവർ തരുന്നത്. കോമൺ ഡിഫറൻസ് പറയുന്നുണ്ട്. ഈ ഡിയുടെ വാല്യൂ അവർ തരുന്നുണ്ട് 3/2 ആണ്. ഡിയുടെ വാല്യൂ 3/2 ആണ്. ഡിയുടെ വാല്യൂ 3/2 ആണ്. പിന്നെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ S11 അവർ തരുന്നുണ്ട്. 88 ആണ് S11. S11 88 ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ a പ്ലസ് S11 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. 11/2 ഇൻറ്റു 2a പ്ലസ് ഇത് വരാൻ പോകുന്നത് S11 ആയതുകൊണ്ട് ഇവിടെ 10d എന്ന് വരും. 10d ഇതാണ് 88 അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 11/2 അല്ലെങ്കിൽ 11 ഇൻറ്റു ഇവിടെ a പ്ലസ് 5d ഈക്വൽ ടു 8 ഇൻറ്റു 11 എന്ന് വരും. അപ്പോൾ 11 ക്യാൻസൽ ആവുന്നുണ്ട്.
a+5 ഇൻറ്റു 3/2 എന്ന് പറയുന്നതാണ് 8 കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. എയുടെ വാല്യൂ വരാൻ പോകുന്നത് നിങ്ങൾ നോക്കിയേ, 8 - 15/2, അതായത് 1/2 ആണ് എയുടെ വാല്യൂ. എയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത് 1/2 ആണ്. ഡിയുടെ വാല്യൂ 3/2 ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അവിടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ആൽഫയും ബീറ്റയും കിട്ടുമല്ലോ. ആൽഫയുടെ വാല്യൂ വരുന്നത് 1/2 പ്ലസ് 27/2, അതായത് 14 വരുന്നുണ്ട്. ബീറ്റേൻ്റെ വാല്യൂ 1/2 ഇൻറ്റു 30/2, അപ്പോൾ ഇത് 31/2 വരുന്നുള്ളൂ. അടുത്തായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽഫ പ്ലസ് ബീറ്റ ഉണ്ടല്ലോ, അത് p/3 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 14 പ്ലസ് 31/2 എന്ന് പറയുന്നത് p/3 ആണ്. ഓരോന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് q/3 ആണ്. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫ വരുന്നത് 14ഉം ഇത് 31/2 ആണ് വരുന്നത്. ഇതാണ് q/3 വരുന്നത്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. q ആയി 2pയുമായി. അതൊന്ന് കാൽക്കുലേഷൻ ചെയ്തെടുക്കണം. പിയുടെ വാല്യൂ ഇവിടെ നിന്ന് നോക്കിയേക്കാം. 12 വരുന്നുണ്ട്. 12 അല്ലല്ലോ ഇത്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇത് വരുന്നത് 42 വരുന്നുണ്ട്. പ്ലസ് 93/2, ഇതാണ് പിയുടെ വാല്യൂ. 42 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4, 8, 93, 7, 173/2 ആണ്. 177/2 ആണ് പിയുടെ വാല്യൂ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യൂവിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ നോക്കണം. എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. q-2q അങ്ങനെ ആയിരിക്കണമെന്നില്ല. p-2q എന്ന് വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ q-2p എന്നായിരിക്കും. q-2p എന്നായിരിക്കും. അപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ ഒന്ന് നോക്കിയേക്കാം. ക്യൂവിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 7 ഇൻറ്റു 31 ഇൻറ്റു 3 എന്നായിരിക്കും. ഇത് ക്യാൻസൽ ആയിട്ടേ 7 ഇൻറ്റു 93, 7 3 21, 2, 63 65, 651 ആണ് ക്യൂ വരുന്നത്. q-2p ആവാനാണ് ചാൻസ് കേട്ടോ. ഇവിടെ 2p ആവാനാണ് ചാൻസ്. അപ്പോൾ q-2p എത്രയാണെന്ന് നോക്കാം. 651 മൈനസ് 177 കിട്ടുന്നുണ്ട്. 2pയുടെ വാല്യൂ 177 ആണല്ലോ. 7 4 11, 17, 5 ഉള്ളൂ. 474 ആയിട്ടാണ് എനിക്കിവിടെ കിട്ടുന്നത്. 474, അതൊന്ന് നിങ്ങൾ നോക്കിയേക്കണം. ഇതിൻ്റെ ആൻസർ വരുന്നത് 474 ആണ്. ഇതായിരുന്നു ആ 25th പ്രോബ്ലം. ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് നമ്മൾ ചെയ്തെങ്കിലും നിങ്ങൾക്ക് ഇത് 1 മണിക്കൂറും 2 മണിക്കൂറും ഇരുന്ന് പഠിക്കേണ്ട കാര്യമല്ലല്ലോ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന്, നിങ്ങൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹിൻഡ് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടിക്കോളും. ആൽഫ പറയുന്നുണ്ട് 10th ടേമാണ്, ബീറ്റ പറയുന്നത് 11th ടേമാണ് എഴുതി കഴിഞ്ഞു. S11ൽ നിന്നും എയുടെ വാല്യൂ കിട്ടി. D 3/2 ആണ്. അപ്പോൾ നമുക്ക് ആൽഫയുടെ വാല്യൂ 14, ആൽഫയും ബീറ്റയും ഞാൻ കാൽക്കുലേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 28/2 എന്ന് പറയുമ്പോൾ 14 വരുന്നുണ്ട്. ബീറ്റയും വലിയ പ്രശ്നമില്ല, 31/2 എന്ന് വരുന്നുണ്ട്. ആൽഫ പ്ലസ് ബീറ്റയാണ് p/3. പിന്നെ ഈ ക്വസ്റ്റിനകത്ത് ഇത് 2p ആവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ളത് ഇത് q-2p ആവാനാണ് ചാൻസ്. അത് നിങ്ങൾ നോക്കിയേക്കണം. അപ്പോൾ ഇത് വരുന്ന q കണ്ടുപിടിച്ചിട്ടുണ്ട് 651, p 177/2. അപ്പോൾ ഇത് വരുന്നത്, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടിയ ആൻസർ. നിങ്ങൾ ആൻസർ ഒന്നുകൂടി വെരിഫൈ ചെയ്തേക്കണം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ പാർട്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് 1 ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സെഷൻ ഇപ്പോഴാണ് ചെയ്തത്. ഇത് രണ്ടും നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രൈ ടു കോൺടാക്ട് us. Thank you for watching this. Thank you very much. Bye. Brilliant Study Center, India's #1 coaching center for NEET and JEE.